ഗുരുവായൂരിലെ റോഡുകൾ നേരെയാക്കാത്തതിൽ പ്രതിഷേധിച്ച് കുഴികളിൽ ഓട്ടൻതുള്ളൽ അവതരിപ്പിച്ച നടൻ ശിവജി ഗുരുവായൂരിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നടൻ ശിവജി ഗുരുവായൂർ നടത്തിയ ശയന പ്രതിഷേധ പ്രകടനം വേറിട്ട സമരമുറയായി. നല്ലൊരു ദിവസം പാവം ഭക്തൻ കണ്ണനെ കാണാൻ ഗുരുവായൂരെത്തി. നല്ലൊരു ദിവസം പാവം ഭക്തൻ കണ്ണനെ കാണാൻ ഗുരുവായൂരെത്തി. ഭഗവാൻ കൃഷ്ണൻ കുടികൊള്ളുന്നൊരു ഭഗവാൻ കൃഷ്ണൻ കുടികൊള്ളുന്നൊരു ഭഗവാൻ കൃഷ്ണൻ കുടികൊള്ളുന്നൊരു ഭഗവാൻ കൃഷ്ണൻ കുടികൊള്ളുന്നൊരു നടയിൽ എത്താൻ വഴികൾ എവിടെ? ഭഗവാൻ കൃഷ്ണൻ കുടികൊള്ളുന്നൊരു നടയിലെത്താൻ വഴികൾ എവിടെ? കുണ്ടും കുഴിയും കുണ്ടാമണ്ടി, ഈ ഉണ്ടും കുഴിയും കുണ്ടാമണ്ടി, കുണ്ടും കുഴിയും കുണ്ടാമണ്ടി, കുണ്ടും കുഴിയും കുണ്ടാമണ്ടി, അത് താണ്ടി നടക്കും മണ്ടന്മാരും. കുണ്ടും കുഴിയും കുണ്ടാമണ്ടി താണ്ടി നടക്കും മണ്ടന്മാരും. നാടകം, നാടിൻ്റെ അകം, ആ വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നാടക കലാകാരന്മാരും നാടകങ്ങളും അത് നാടിൻ്റെ പ്രതിഫലനം കൂടിയാണ്. ശിവജി ഗുരുവായിരുന്ന അതുല്യ നടൻ്റെ വിശേഷങ്ങൾ, അത് നാടിൻ്റെ വിശേഷങ്ങളും നാടിൻ്റെ പ്രശ്നങ്ങളും നാടിൻ്റെ ഹൃദയസ്പന്ദനങ്ങളിൽ നിന്നും ഒരിക്കലും ഇഴപിരിച്ചു നിർത്താൻ കഴിയുന്നതല്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക്, ജീവിത സമരങ്ങളിലേക്ക്, അതിൻ്റെ അകം തേടിയുള്ള യാത്രയിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ. സാറേ നമസ്കാരം. സാറേ നമസ്കാരം. പലപ്പോഴും പല ആളുകളും രാഷ്ട്രീയത്തിലാണെങ്കിലും ഏത് ജീവിതത്തിലാണെങ്കിലും കുറച്ചും കൂടിയും ആ ഒരു സ്റ്റേജ് മാറുമ്പോൾ അവർ നാട് വിട്ട് വേറെ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ യാത്ര പല സൗകര്യങ്ങൾക്കായിട്ടും മാറിപ്പോകുന്നുണ്ട്. പക്ഷെ സാറ് എത്ര തിരക്കാണെങ്കിലും വീണ്ടും തിരിച്ച് ഗുരുവായൂരിനടുത്തുള്ള ഈ ഗ്രാമപ്രദേശത്ത് കാവീട് എന്ന പ്രദേശത്തേക്ക് സാറ് തിരിച്ചെത്താണ്. എന്താണ് കാവീട്? കാവീടിൻ്റെ ഒരു പശ്ചാത്തലം, കാവീടിൻ്റെ രാഷ്ട്രീയം, ഇവിടുത്തെ സംഘടനകൾ, ക്ലബ്ബുകൾ, സാറിനെ തിരിച്ചു വിളിക്കണ ആ ഒരു കാര്യം. ജനിച്ച നാട് ഇതാണ്. അതെ, കാവീട് ഗുരുവായൂർ നഗരസഭയിലാണ് ഇപ്പോൾ. അതെ. നേരത്തെ പൂക്കോട് പഞ്ചായത്തിലായിരുന്നു. ഈ ശിവജി ഗുരുവായൂർ എന്നുള്ള പേര് എനിക്ക് നാടകം കളിക്കുമ്പോഴേ വന്ന് വീണിട്ടുള്ളതാണ്. കാരണം നമ്മൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഗുരുവായൂർ എന്ന് പറയുന്ന എളുപ്പമുണ്ട് എന്നുള്ള അങ്ങനെ ശിവജി ഗുരുവായൂർ എന്ന് വന്നത്. നാടകം കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ കൂടുതലും വീട് വിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു എനിക്ക്. കാരണം തിരുവനന്തപുരത്തായാലും കോഴിക്കോടായാലും ഒക്കെ അവിടെ ക്യാമ്പ് ചെയ്യുക എന്നുള്ളൊരു ഉണ്ട്. സിനിമയിൽ വന്നപ്പോൾ കുറച്ചും കൂടിയും വീട്ടിലെത്താൻ പറ്റുന്നുണ്ട്. അധികം ദിവസങ്ങളൊന്നും അവിടെ പോയിരുന്നു. കാരണം ഇപ്പോൾ എറണാകുളമായാലും കോഴിക്കോടായാലും ഷൂട്ട് കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിലേക്ക് വരുള്ളൂ. അവിടെ താമസിക്കുന്നത് വളരെ കുറവാണ്. അതിൻ്റെ മുഖ്യ കാരണം എന്ന് പറഞ്ഞാൽ എനിക്കിവിടെ ഈ അഭിനയം കൂടാതെ തന്നെ കുറേ സോഷ്യൽ ആക്ടിവിറ്റീസും ഉണ്ട്, സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അത് പല സംഘടനകളായിട്ടും ഒക്കെ ആയിട്ടും ഇവിടെ തന്നെ സ്റ്റേജുണ്ട്, ഇവിടെ റിഹേഴ്സലുണ്ട്. അങ്ങനെ ഈ സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് കൊണ്ടാണ് ഇപ്പോൾ ഈ നാട്ടിൽ നിൽക്കുന്നത്. ഈ നാടായിട്ടുള്ള ചില പ്രവർത്തനങ്ങളും ബന്ധങ്ങളുമായിട്ടാണ് ഇവിടെ വിട്ടു പോകാതിരിക്കുന്നത്. പലരും ചോദിക്കുന്നുണ്ട് എന്താ എറണാകുളത്ത് സെറ്റിൽ ചെയ്യാത്തത്, എന്താ തിരുവനന്തപുരത്ത് സെറ്റിൽ ചെയ്യാത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും എന്തുകൊണ്ട് എനിക്കതിന് കഴിയുന്നില്ല. എനിക്കിവിടെ വിട്ടു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. ഞാനിവിടുത്തുകാരനാണ്. ഞാനെപ്പോഴും ജനങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. എന്നെ കാണാൻ അങ്ങനെ കാത്തു നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഈ പലപ്പോഴും ഒളിച്ചിരിക്കുമ്പോഴാണ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ളൂ. അപ്പോൾ ഒരു സിനിമാ നടൻ എന്നുള്ള എനിക്കിവിടെ എവിടെ വേണമെങ്കിലും പോവാം, മാർക്കറ്റിൽ പോവാം, കടയിലേക്ക് പോവാം, ഗുരുവായൂരൊക്കെ ഇറങ്ങാം. പുറത്തിറങ്ങുമ്പോഴാണ് പിന്നെ കുറച്ച് ഒരു ബുദ്ധിമുട്ടുള്ള. ഇവിടെ അങ്ങനെ എല്ലാവരും എന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അതൊരു പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെ ഒരു അകൽച്ച പാലിക്കണം എന്നൊന്നും തോന്നിയിട്ടില്ല ആളുകളായിട്ടൊന്നും ഇല്ല. അത് ഞാൻ കൂടുതൽ അടുക്കാനല്ലേ നോക്കുന്നത്, അകലാതിരിക്കാനാണ് ഞാൻ നോക്കുന്നത്, അടുക്കാനാണ് നോക്കുന്നത്. ഇപ്പൊ ഇവിടെയാണെങ്കിലും മതിലൊന്നും ഇല്ല വീടിന്, ഇങ്ങനെ ഫുൾ ടൈം അത് തുറന്നു കിടക്കുകയാണ്. അത് ഈ സ്നേഹക്കൂട് എന്ന് പറഞ്ഞ ഒരു റിഹേഴ്സൽ. എൻ്റെ 10 സെന്റാണ് ഭൂമി. 5 സെന്റിൽ വീടും 5 സെന്റിൽ ഓഡിറ്റോറിയം. പകുതിയാണ്. പകുതി. അതന്ന് വീട് പണിയുമ്പോൾ തന്നെ അങ്ങനെ ഉദ്ദേശിച്ച് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ നിരന്തരം റിഹേഴ്സലുകൾക്ക് ഇപ്പം ഇന്നലെ രാത്രി റിഹേഴ്സൽ ഉണ്ടായിരുന്നു, ഇന്നും റിഹേഴ്സലുണ്ട്. നാടകമായാലും മറ്റേ നൃത്തത്തിൻ്റെ ഗുരുവായൂരൊക്കെ അരങ്ങേറ്റം നടക്കുന്ന കുട്ടികൾ ഇവിടെ വന്നിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. പിന്നെ ചെറിയ സമ്മേളനങ്ങളൊക്കെ ഇവിടെ നടക്കും. അപ്പോൾ അത് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്.
ഈ റിഹേഴ്സൽ ചെയ്യാനൊന്നും സൗജന്യമായിട്ടുള്ള ഇടങ്ങളില്ല എന്നുള്ളൊരു പ്രശ്നം നമ്മുടെ നാട്ടിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സാംസ്കാരിക പ്രവർത്തനങ്ങളൊക്കെ മന്ദീഭവിച്ച് വരുന്നുണ്ട്. പ്രത്യേകിച്ച് അതായത് നൃത്തമായാലും നാടകമായാലും ഒക്കെ ആയാലും അതിന് പ്രാക്ടീസ് ചെയ്യാനൊരു ഇടം നമ്മുടെ നാട്ടിലില്ല. അപ്പം അതിനുവേണ്ടി കുറേ സംസാരിച്ചു നോക്കി എവിടെയെങ്കിലും ഒരു സ്ഥലം നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ കീഴിൽ കുട്ടികൾക്ക് കലാപ്രവർത്തനങ്ങൾ പ്രാക്ടീസ് ചെയ്യാനൊരു ഇടം വേണം എന്ന് പറഞ്ഞ് കുറേ നമ്മൾ അലഞ്ഞു. പക്ഷെ അത് പ്രായോഗികമാവാത്തതുകൊണ്ട് ഞാൻ തന്നെ എൻ്റെ വീട്ടിൽ എന്നിട്ട് നാട്ടുകാർക്ക് തുറന്നു കൊടുക്കേണ്ടത്, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വന്നിട്ട് പരിശീലിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണത്. സാറിന്റെ മുന്നേയുള്ള വീടും ഒക്കെ ഇവിടെയായിരുന്നു? ഞാൻ ജനിച്ചത് കുറച്ചും കൂടി അപ്പുറത്താണ്. ഓക്കെ. ഞാൻ ജനിക്കുന്നത് ഇവിടെ അധികം സ്വന്തമായിട്ട് ഭൂമിയുള്ളവരൊന്നൊക്കെ ഇല്ലാത്തൊരു കാലത്തായിരുന്നു. ഇത് ഈ മഴവഞ്ചേരി മനക്കിലെ സ്ഥലമാണിത്. സ്വന്തമായിട്ട് സ്ഥലമുള്ളവർ വളരെ കുറവായിരുന്നു ഇവിടെ. അപ്പോൾ നമ്മൾ ഈ 10 സെൻറ്റ് മിച്ചഭൂമി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് സ്ഥലം കിട്ടുന്നത്. അത് കുറച്ച് അപ്പുറത്താണ്, അവിടെ പാരുമില്ല. സഹോദരങ്ങളൊക്കെ ഞങ്ങൾ 5 മക്കളാണ്. അതിലൊരാൾ ഇല്ല ഇപ്പോൾ. 5 പേരും ബാക്കി 4 പേരും ഈ പരിസരത്തൊക്കെ തന്നെയാണ്. ശരിക്ക് ഒരു സിനിമയിലും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലൈം ലൈറ്റിലൊക്കെ നിൽക്കുമ്പോൾ ശരിക്കും നാട്ടിലെ പ്രശ്നങ്ങളിലും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഇടപെടേണ്ട ഒരു ബാധ്യത ഇല്ലാത്ത പോലെയാണ് പല ആളുകളും ഇങ്ങനെ തോന്നിയിട്ടുള്ളത്. പക്ഷെ സാറ് നിരന്തരമായിട്ട് ഗുരുവായൂരുന്ന ഈ ഒരു പ്രദേശത്തിൻ്റെ പല പ്രശ്നങ്ങളിലും, അത് സാമ്പത്തികമായിട്ടുള്ള കുറവുള്ള ആളുകളെ സഹായിക്കാൻ, പ്രത്യേകിച്ച് കലാകാരന്മാരെ സഹായിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടണം. ചില സമയത്ത് സാധാരണക്കാർക്ക് ക്ഷോഭം തോന്നുന്ന പല കാര്യങ്ങളും, ഇപ്പോൾ റോഡുകളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ വികസനമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ സാറ് നിരന്തരം ഇടപെടുന്നതായിട്ട് കണ്ടു. അതൊക്കെ വളരെ ക്രിയാത്മകമായിട്ടും മറ്റുള്ള ഒരു കലാകാരൻ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് അതുപോലെ ഇപ്പോൾ ശയനപ്രദർശനമാണെങ്കിലും ഓട്ടംതുള്ളലാണെങ്കിലൊക്കെയും ഒരു വേറിട്ട എന്നാ ഉപവാസം പോലത്തെ അങ്ങനത്തെ കാര്യങ്ങളും ഉണ്ട്. സാറിന് ഇങ്ങനത്തെ ഈ പറഞ്ഞ പോലെ ഇതിലൊക്കെ ഇടപെടാതെ നോക്കാണ്ട് മാറിപ്പോവാൻ അതൊരു തെറ്റായ ധാരണയാണ്. കലാകാരന്മാർ എപ്പോഴും സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ളവരായിരിക്കണം, സാമൂഹിക പ്രതിബദ്ധതയുള്ളവരായിരിക്കണം. അതേ ഞാനും ചെയ്യുന്നുള്ളൂ. ഞാൻ നാടകം കളിക്കുന്നത് തന്നെ, തുടക്കത്തിൽ നാടകം കളിക്കുന്ന നമ്മളെ നാട്ടിൽ കാണുന്ന ചില പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കാനായിട്ടാണ് നാടകം എന്ന മീഡിയയെ ഞാൻ ഉപയോഗിച്ചിരുന്നത്. നേരത്തെ പ്രൊഫഷണലിൽ വരുന്നതിന് മുമ്പ് അമേച്ചർ നാടകങ്ങളൊക്കെ അങ്ങനെയാണ്. നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ അത് നാടകത്തിലൂടെ അവതരിപ്പിക്കുക, അതിന് പരിഹാര മാർഗങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇട്ടുകൊടുക്കുക. അപ്പോൾ ഈ നാടകം എന്ന മീഡിയ എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് ജനങ്ങളിലേക്ക് അത് ചെലുത്താൻ പറ്റും. നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അവരിൽ പെട്ടെന്ന് മനസ്സിൽ ആക്കാൻ പറ്റും. ഒരു പ്രസംഗം ചെയ്യുന്നതിനേക്കാൾ ഒരു 10 ഇരട്ടി എഫക്റ്റാണ് നാടകത്തിലൂടെ നമ്മൾ അവരായിട്ട് സംവദിക്കാനായിട്ട്. ആ അർത്ഥത്തിലാണ് ഞാൻ നാടകം തന്നെ വളർന്നത്. അപ്പോൾ അത് എല്ലാ കലാകാരന്മാരിലും ഉണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ. അങ്ങനെ വേണം, കലാകാരൻ അങ്ങനെയാണ്, അവന് സമൂഹത്തിൻ്റെ ഒരാളായിരിക്കണം എന്നുള്ളതാണ്. പക്ഷേ എന്തുകൊണ്ടോ ഇത് കലാകാരന്മാർ രംഗത്ത് വരുന്നില്ല. അതൊരു കാര്യമാണത്. കാരണം ഇപ്പോൾ ഈ ഒരു സെലിബ്രിറ്റി ലെവലിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു മോശമാണെന്ന് ധരിക്കുന്നവരുണ്ടാവാം. പക്ഷെ എന്നാലും അവരുടെ മനസ്സിൽ അവരുടെ നാട്, അവരുടെ സമൂഹം, അതൊക്കെ അതിൻ്റെ ഒരു നന്മ ഉണ്ടാകും, തീർച്ചയാണ്. എന്നെങ്കിലേ കലാകാരനാവാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ അതേ ചെയ്യുന്നുള്ളൂ. എൻ്റെ നാടിന് വേണ്ടി, എൻ്റെ പരിസരത്തിന് വേണ്ടി, എൻ്റെ സഹജീവികൾക്ക് വേണ്ടി ഞാൻ നിൽക്കുന്നു. അങ്ങനെയേ പറ്റുള്ളൂ. മനുഷ്യ സമൂഹം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഒരാൾക്കും ഒറ്റയ്ക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു കാരണവശാലും പറ്റില്ല. ഒരു പരസ്പര സഹായം ഉണ്ടെങ്കിലേ നമ്മളൊക്കെ മുന്നോട്ട് പോകുള്ളൂ. അത് തീർച്ചയാണ്. അത് ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ കുട്ടികൾ എന്ന് പറഞ്ഞ് ഒതുങ്ങി കൂടും ജീവിതം മുന്നോട്ട് പോവില്ല. അവന് അന്നം കഴിക്കണമെങ്കിലും മറ്റുള്ളവരുടെ അധ്വാനം ഉണ്ടാവണം, വേണ്ടേ? ഇപ്പം ഞാൻ എഴുതുന്ന ഈ വസ്ത്രം വേറൊരാൾ ഉണ്ടാക്കി തന്നതാണ്, അവരുടെ അധ്വാനത്തിൻ്റെ ഒരു ഫലമാണത്. അപ്പോൾ അങ്ങനെ നമ്മൾ മനുഷ്യ സമൂഹം എന്ന് പറഞ്ഞൊരു സമൂഹ ജീവിയാണ്, പരസ്പര സഹകരണത്തോട് കൂടി ജീവിക്കുന്നതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അത് ഒരു വിഭാഗം മാത്രം കൈയാളുകയും മറ്റൊരു വിഭാഗത്തിൽ ഇതിലൊന്നും പങ്കില്ല എന്ന് വരുന്നിടത്താണ് ഈ 2 തട്ടുകൾ ഉണ്ടാകുന്നത്. മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള തട്ടുകൾ, ഇല്ലാത്തവൻ ഉള്ളവൻ എന്നുള്ള തട്ടുകൾ ഉണ്ടാകുന്നത്. നമ്മുടെ ഈ പ്രകൃതിയിൽ കിട്ടുന്നത് മുഴുവൻ തന്നെ അത് വേണ്ട വിധം വിനിമയം ചെയ്യാത്തതിൻ്റെ ഫലമാണ്
ഇതൊക്കെ എൻ്റേതായിട്ടൊന്നുമില്ല എന്ന് ധരിച്ച് സത്യത്തിൽ എൻ്റേതായിട്ടൊന്നുമില്ല എന്ന് ഓരോരുത്തരും ധരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്. നമ്മളായിട്ടൊന്നും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടില്ല, ഇല്ലല്ലോ. നമ്മൾ വളരെ നഗ്നനായിട്ട് പുറത്തു വരുന്നു, സീറോ ആയിട്ട് പുറത്തു വരുന്നു എന്ന് വെച്ചാൽ നമ്മളുടേതായിട്ടൊന്നുമില്ല. പക്ഷേ അത് കാരണം അവരുടെ കൈമാറി വരുന്ന ഒരു സിസ്റ്റം. അത് അങ്ങനെയാണെങ്കിൽ പോലും പലപ്പോഴും ഇതൊക്കെ ഒരു സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണ്. നമ്മളുടെ എന്തും ഏതെടുത്ത് നോക്കിയാലും സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണ്. ഈ ഭൂമി എൻ്റെയാണെന്ന് പറയാൻ ഒരു പേപ്പർ മാത്രമേ ഉള്ളൂ. ഇതിലെന്തെങ്കിലും വിനിമയം ചെയ്യണമെങ്കിൽ സർക്കാരിൻ്റെ അനുമതി വേണം, അത് വിൽക്കണമെങ്കിൽ അവരുടെ അനുമതി വേണം, വാങ്ങണമെങ്കിൽ അവരുടെ. അപ്പം നമ്മളുടേതായിട്ട് എന്താ? ഒന്നുമില്ല. എന്നാൽ ഇതെൻ്റേതാണ്, ഇത് എൻ്റേത് മാത്രമാണ് എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചിരിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. എൻ്റേത് ഈ പറഞ്ഞ പോലെ ഞാനൊരു തുറന്ന പുസ്തകം എന്ന് പറഞ്ഞ പോലെ തന്നെ എൻ്റെ വസ്തുക്കൾ ഇത് എൻ്റെയാണെന്ന് തന്നെ എനിക്ക് ധാരണയില്ല. ഇതെപ്പോഴും തുറന്നു കിടക്കുകയാണ്, വാതിൽ പോലും ചിലപ്പോൾ അടയ്ക്കാറില്ല. ഇല്ല, പലപ്പോഴും ഈ നായ്ക്കൾ വരുമ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു മറ വെക്കണ്ടെന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് നായ്ക്കൾക്കും ഉണ്ട്, അവർക്കും അവകാശമുണ്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ. ഏതൊരു പുല്ലിനും പുഴുവിനും ഒരേപോലെ അവകാശമുള്ളതാണ് ഈ ഭൂമി എന്ന് പറയുന്നത്, ഈ പ്രകൃതി എന്ന് പറയുന്നത്. അത് മനുഷ്യന് ഈ ബുദ്ധി വെച്ചതിൻ്റെ ബുദ്ധി കൂടി പോയതിൻ്റെ കുഴപ്പം അതുകൊണ്ട് ഒക്കെ എൻ്റേതാക്കുക, അങ്ങനെ സെൽഫിഷ് മൈൻഡോട് കൂടിയിട്ട് എൻ്റേതാക്കണം, ഇതൊക്കെ എൻ്റേതാക്കണം എന്നുള്ളൊരു തോന്നൽ അത് പ്രകൃതി വിരുദ്ധമാണെന്നാണ് ഞാൻ പറയുള്ളൂ. പ്രകൃതി വിരുദ്ധ പ്രവർത്തനമാണ് അങ്ങനെ ചെയ്യണത് അല്ലേ? അത് ആലോചിച്ച് നോക്കൂ. ഇതിലിപ്പോ എൻ്റെതെന്ന് പറയാൻ എന്താണുള്ളത്? ഞാൻ ഒന്നുമില്ലാതെ വന്നു, ഒന്നുമില്ലാതെ തിരിച്ചു പോകുന്നു. അവകാശപ്പെടാനൊന്നുമില്ല, ഒരാൾക്കും അവകാശപ്പെടത്തില്ല. ഈ ഭൂമിയിൽ എൻ്റേതായിട്ടൊന്നും ചെയ്യാൻ എനിക്ക് അവകാശവുമില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ സ്റ്റേജ് കെട്ടിയപ്പോൾ ഞാൻ വിചാരിച്ച ഇത്ര വലിയ പ്രശ്നമൊന്നുമില്ല. നാട്ടുകാർക്ക് ഞാൻ നഗരസഭയിലൊക്കെ നിരന്തരം ഇതിന് ചർച്ച ചെയ്ത് ഫലമില്ലാതായപ്പോഴാണ് ഞാൻ ഏതോ ഒരു ബിരുദൻ കൊണ്ടുപോയിട്ടത് കേസ് കൊടുത്തു. ഇവിടെ അനധികൃത നിർമ്മാണം നടത്തുന്നു എന്ന് പറഞ്ഞു. അതിന് സ്റ്റേ ഓർഡറൊക്കെ വന്നു. സ്റ്റേ ഓർഡർ വന്നു, പണിക്കാരൊക്കെ അവർ വന്ന് നിർത്താൻ പറഞ്ഞ് പണി നിർത്തി വെച്ചു. അപ്പോൾ ഞാൻ ഉണ്ടായിരുന്നില്ല അവിടെ. ഞാൻ നേരെ നഗരസഭയിൽ പോയി, എന്താണ് പ്രശ്നം, എന്താ ഞാൻ ചെയ്യേണ്ടത്? നിങ്ങൾ വന്ന് പണിതോളൂ, ഞാൻ നിങ്ങൾ വന്ന് പണിതോളൂ, അത് അവർക്ക് ജനങ്ങൾക്ക് വേണം അത്. പക്ഷെ അവര് ഇതിൻ്റെ നിയമാവലികളൊക്കെ അങ്ങ് നിരത്തി ഇതൊന്ന്. അപ്പോൾ ഇത് അപ്പോഴേ എനിക്ക് തോന്നുന്നു ഇതെൻ്റെ അല്ല എന്നുള്ളത് അവരെന്നെ തെളിയിക്കുകയാണ്. അവസാനം അതൊരു പണിതോളാൻ തന്നിട്ടുള്ളൊരു അനുമതി തന്നെ ഉണ്ടായത്. അപ്പൊ ഈ അവര് വരാൻ കാരണം ഇങ്ങനെ ഒരാൾ പോയിട്ട് അവിടെ പരാതി കൊടുത്തതാണ്. നമ്മളുടെ ഇടയിൽ ആൾക്കാരുണ്ട്, ഞാനിത് ആർക്ക് വേണ്ടിയാണോ ചെയ്യുന്നത് അവര് തന്നെ ഇതിന് പാരയാവുകയാണ്. ഞാൻ ഈ നാട്ടിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇവിടെ ഓരോ പരിപാടികൾ നടക്കുന്നു, വിധവകളുടെ കൂടിച്ചേരൽ നടക്കുന്നു, വികലാംഗരുടെ കൂടിച്ചേരൽ നടക്കുന്നു. ഇത് സമൂഹത്തിന് വിട്ടുകൊടുത്തിട്ടുണ്ട്. 5 പൈസ പോലും ഞാൻ ചോദിച്ചു വാങ്ങുന്നില്ല. എൻ്റെ കയ്യിൽ നിന്നാണ് ഈ കറണ്ടിൻ്റെ ശബ്ദത്തിൻ്റെ ഒക്കെ അത് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഞാൻ ആർക്ക് വേണ്ടിയാണ് അതൊക്കെ ചെയ്യുന്നത്? അവരും ഇതിനെതിരാകുമ്പോൾ നമ്മൾ പിന്നെ അതിൻ്റെ പിന്നാലൊന്നും പോകുന്നില്ല. പണിയുണ്ടെങ്കിൽ പണിയുണ്ടാകാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പണിയും. ഒന്നുകിൽ ഞാൻ പണിയും, അല്ലെങ്കിൽ നിങ്ങൾ പണിയും. സാറിങ്ങനെ പലപ്പോഴും ഇങ്ങനെ ഇപ്പോൾ വളരെ സാറിൻ്റെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി അടുത്ത് നിന്നിട്ട് കാണാൻ പറ്റിയുള്ളതുകൊണ്ട് പറയാണ്, പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള പോലെ തോന്നിയിട്ട്. കാരണം സാർ വിശ്വസിക്കുന്ന ഏതൊരാൾക്കും ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ രാഷ്ട്രീയ അങ്ങനത്തെ ഒരു ചായ്വും ഒക്കെ ഉണ്ടാവും. പക്ഷെ സാറ് പലപ്പോഴും ചെയ്യുന്ന ഇത്തരം പ്രവൃത്തികൾ അത് തെറ്റിദ്ധരിക്കപ്പെടുകയും അല്ലെങ്കിൽ കോർണറൈസ് ചെയ്യുകയൊക്കെ ചെയ്യുക, അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു കാര്യങ്ങൾ പലപ്പോഴും അവരത് തെറ്റിദ്ധരിക്കുന്നതല്ല, ശരിയായിട്ട് ധരിക്കുന്നത് തന്നെയാണ്. എന്നെ എങ്ങനെ മാറ്റി നിർത്താം എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. ഞാനൊരു ശുദ്ധ കമ്മ്യൂണിസ്റ്റാണ്. ഞാൻ കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലാണ്. CK കുമാരൻ എന്ന് പറഞ്ഞിട്ടൊരു നേതാവിനറിയാം, എൻ്റെ ഒരു ജ്യേഷ്ഠനാണ്. അപ്പോൾ അവരൊക്കെ ഈ അന്ന് ചിമ്മിണികൾക്കാണ് കറണ്ട് പോലും ഇല്ല, അതിൻ്റെ വെട്ടത്തിൽ പറഞ്ഞു തന്നിട്ടുള്ള കുറേ പാഠങ്ങളുണ്ട്. യഥാർത്ഥ കമ്മ്യൂണിസം, സോഷ്യലിസം, അതൊക്കെ അത് നമ്മളെ കേട്ട് വളർന്നിട്ടുള്ളൊരു ആണ്. അത് ആ അർത്ഥത്തിൽ ഞാൻ ശുദ്ധ കമ്മ്യൂണിസ്റ്റാണ്. എന്നിൽ നിന്ന് അത് ഇവരാര് വിചാരിച്ചാലും അത് എൻ്റെ ചിന്തകളെ മാറ്റാൻ പറ്റില്ല. അത് ഓപ്പറേഷൻ ചെയ്തിട്ട് പോലും മാറ്റാൻ പറ്റില്ല, അത് ഇല്ലല്ലോ, ആർക്കും പറ്റില്ല. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് കമ്മ്യൂണിസം ആണെങ്കിൽ പോലും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്നവർ എന്തെങ്കിലും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത കാണിക്കുമ്പോൾ ഞാൻ ഇടപെടും.
ഞാൻ പഠിച്ച കമ്മ്യൂണിസം അല്ലാതെ ഇതല്ല കമ്മ്യൂണിസം എന്ന് പറയാനുള്ള റൈറ്റ് എനിക്കുണ്ട്. അത് എൻ്റെ വ്യക്തിത്വമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ അവർക്കതൊരു പകയായി മാറും. പിന്നെ ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് അയാളുടെ കല ആത്യന്തികമായിട്ട് അയാളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് കലയാണ്. ഞാനൊരു പൊതു സ്വത്താണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം നിങ്ങളുണ്ടെങ്കിലേ ഞാനുള്ളൂ. നിങ്ങൾ കൈയടിച്ചെങ്കിലേ എനിക്കൊരു പ്രോത്സാഹനമുള്ളൂ. നിങ്ങൾ തരുന്ന പൈസയാണ്. ഇപ്പോൾ ഒരു നാടകം കളിക്കുന്നുണ്ടെങ്കിൽ 2 രൂപയും 5 രൂപയും പിരിച്ചെടുത്ത് തരുന്ന പൈസയാണ് എൻ്റെ അന്നം. സിനിമയാണെങ്കിൽ പോലും നിങ്ങൾ സിനിമ തിയേറ്ററിൽ കയറിയില്ലെങ്കിൽ എനിക്ക് പൈസ കിട്ടില്ല. എനിക്ക് പ്രൊഡ്യൂസറാണ് തരുന്നതെങ്കിലും ആ പ്രൊഡ്യൂസർ ഒരു മീഡിയേറ്റർ മാത്രമാണ്. നിങ്ങൾ തിയേറ്ററിൽ ടിക്കറ്റ് എടുത്ത് കണ്ടെങ്കിൽ മാത്രമേ പ്രൊഡ്യൂസറിലേക്ക് പൈസ പോകുള്ളൂ. ആ പൈസയാണ് പ്രൊഡ്യൂസർ എനിക്ക് തരുന്നത്. ആ അർത്ഥത്തിലും നിങ്ങളുടെ അധ്വാനമാണ് എൻ്റെ അന്നം എന്ന് പറയേണ്ടി വരും. അപ്പോൾ പിന്നെ ഞാൻ പൊതു സ്വത്തായി മാറും അല്ലേ? അങ്ങനെയല്ലേ? തീർച്ചയായിട്ടും. തെറ്റുണ്ടെങ്കിൽ തിരുത്തണം. പൊതു സ്വത്തായി ഈ പൊതു ആളെന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ കോൺഗ്രസ്സുകാരെന്തെങ്കിലും ഫംഗ്ഷൻ വിളിച്ചാൽ ഞാൻ പോകേണ്ടി വരും. അവിടെ ഞാൻ കോൺഗ്രസിൻ്റെ പരിപാടിക്കല്ല പോകുന്നത്. അവിടുത്തെ മനുഷ്യന്മാരുടെ അവരും രാഷ്ട്രീയമാണ് അവർ പ്രവർത്തിക്കുന്നത്. അവരും നാടിനൊരു ആൻറ്റി സോഷ്യലായിട്ട് എന്തെങ്കിലും അവർ പ്രവർത്തി ചെയ്യുമ്പോഴേ ഞാൻ പോകാതിരിക്കുള്ളൂ. അവർ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റോട് കൂടിയിട്ടുള്ള എന്ത് പ്രവർത്തനം നടത്തുമ്പോഴും ഞാൻ അവിടെ പോകാൻ ബാധ്യസ്ഥനാണ്. BJP-കാരനാണെങ്കിലും ഞാൻ പോകും. BJP-കാരൻ ഒരു സമൂഹത്തിന് ദ്രോഹമുള്ള എന്തെങ്കിലും ഒരു ടെററിസം കാണിക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആ ഒരു ഇതിലേക്ക് മാത്രമേ ഞാൻ പോവാതിരിക്കേണ്ടതുള്ളൂ. ബാക്കി എല്ലാറ്റിനും ഞാൻ പോകേണ്ടതാണ്. അപ്പോൾ ഇത് മറ്റുള്ളവർക്ക് ഇപ്പം എനിക്ക് തന്നെ അറിയില്ല ഇവർ എന്നെ ഏത് തരത്തിലാണ് ചിന്തിക്കുന്നത്. എന്നെ കോൺഗ്രസ് ആയിട്ടാണോ കാണുന്നത്, BJP ആയിട്ടാണോ കാണുന്നത്, കമ്മ്യൂണിസ്റ്റ് ആയിട്ടോ കാണുന്നത് എന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഈസം എന്നിലുണ്ട്. അതൊരാൾക്കും മാറ്റാൻ പറ്റില്ല. അപ്പോൾ ആ അർത്ഥത്തിൽ ഇവരൊക്കെ എന്നെ ഒരു ലാബിൽ ഒരു കളത്തിൽ നിർത്തുകയാണ്. നമ്മളൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. അവർക്ക് ഇഷ്ടമില്ലാത്തത് കണ്ടു കഴിഞ്ഞാൽ അവർ ആരോപിക്കും. ഇപ്പോൾ ഞാൻ കോൺഗ്രസ് ചിന്താഗതിക്കാരനാണെങ്കിൽ അവർക്കും തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞത് ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു നിലനിൽപ്പിൻ്റെ ശാസ്ത്രമായിട്ട് മാറിയിട്ടുണ്ട്. ഏതൊരു രാഷ്ട്രീയം ഈ രാഷ്ട്രീയ പ്രവർത്തകൻ യഥാർത്ഥത്തിൽ തൻ്റെ സമൂഹത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്. പക്ഷേ ഇന്നിപ്പോൾ പണ്ടത്തെ പോലെയുള്ള ഒരു കുടികിടപ്പ് അവകാശമോ അല്ലെങ്കിൽ മറ്റേ മിച്ചഭൂമി സമരമോ അവകാശ സമരങ്ങൾക്കൊന്നും വലിയ പ്രസക്തിയില്ല. കാരണം നമ്മളൊക്കെ വളരെ സ്വതന്ത്രരായിട്ടുണ്ട്. ഇപ്പോൾ ഏതൊരു മനുഷ്യനും സ്വാതന്ത്ര്യമുണ്ട്. അവൻ അധ്വാനിച്ചാൽ അവൻ അന്നം കഴിക്കാം. ഒരാളുടെ സഹായം വേണമെന്നില്ല. ആ അർത്ഥത്തിൽ രാഷ്ട്രീയമേ വേണ്ട എന്ന് ചിന്തിച്ചു പോകും ചിലപ്പോഴൊക്കെ. അത് ഒരു യുവതലമുറയൊക്കെ അല്ലേ പ്രത്യേകിച്ച്. പക്ഷേ അവർ പിടിച്ചു നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു നിലനിൽപ്പിൻ്റെ ഒരു രാഷ്ട്രീയമാണ് അവർ പിടിച്ചിരിക്കുന്നത്. ഏതൊരു പാർട്ടിയായാലും അവർക്ക് നിലനിൽക്കണം, അവർക്ക് അടുത്ത ഇലക്ഷന് ജയിക്കണം എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ ഞങ്ങൾ മാത്രം മതി ഇവിടെ എന്നുള്ള ചിലരെങ്കിലും ചില രാഷ്ട്രീയപ്പറ്റി ചിന്തിക്കുന്നുണ്ടാവും. ഇവിടെ ഇനി എന്തിനാണ് സാഹിത്യം, ഇനി എന്തിനാണ് സാംസ്കാരികം, അങ്ങനെ ആയിപ്പോയിരിക്കും നമ്മളാണ്. ഇപ്പോൾ നോക്കൂ, ഒരു കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഒന്നും എവിടെയും കാണാനില്ല. കാരണം നിങ്ങളുടെ പ്രവർത്തനമൊന്നും വേണ്ട, ഞങ്ങൾ പ്രവർത്തിച്ചോളാം. ഒരു സാംസ്കാരിക പ്രവർത്തകന് ഈ റോഡിൻ്റെ ഒരു കുഴി അടയ്ക്കാൻ പോലും അനുവാദം തരുന്നില്ല. അത് ഞങ്ങളാണ് നോക്കേണ്ടത്. പൊതുപ്രവർത്തനങ്ങൾ പൊതു ഇടങ്ങളിൽ ഇടപെടാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഗുരുവായൂർ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ ഇതാണ് അവർക്ക് പൊള്ളുന്നത്. ഞാൻ ഇപ്പോൾ ആര് ഭരിക്കുന്നു നോക്കിയിട്ടല്ല നമ്മളവിടെ ഇടപെടുന്നത്. ആര് ഭരിച്ചാലും ഞാൻ ഈ ചെയ്യുന്നത് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് ഞാൻ ചെയ്യുമ്പോൾ അവർക്ക് തോന്നുന്നു ഞാൻ ഇടതുപക്ഷ വിരോധമാണ് ചെയ്യുന്നത്. ഞാൻ ഇടതുപക്ഷ വിരോധമല്ല ചെയ്യുന്നത്. നാട്ടിലുള്ള കാര്യങ്ങൾ പ്രശ്നങ്ങൾ ആണ്. ഇപ്പോൾ ആ റോഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ വരുന്നത്. ആ റോഡിൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ പിന്നെ ഒരു ശയന പ്രദക്ഷിണം ഉണ്ടായിരുന്നു. ആ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത് അത് കമ്മ്യൂണിസ്റ്റുകാരൊക്കെ അതിലെ തുടക്കത്തിലുണ്ടായിരുന്നു. അത് ഉദ്ഘാടനം ചെയ്തത് ശ്രീരാമേട്ടനാണ്. ശ്രീരാമേട്ടൻ നല്ല കമ്മ്യൂണിസ്റ്റുകാരനാണ് അല്ലേ? ആ, പക്ഷേ അതങ്ങ് പരസ്യപ്പെട്ടപ്പോൾ ഞാനതൊരു ആൻറ്റി കമ്മ്യൂണിസ്റ്റായി മാറി. അല്ലെങ്കിൽ ഭരണപക്ഷത്തിനെതിരായി ശ്രീരാമേട്ടൻ മാറുന്നു, മറ്റുള്ളവരൊക്കെ മാറുന്നു, രാഷ്ട്രീയ ചിന്താഗതിക്കാരും മാറുന്നു. പേടിച്ചിട്ടാണോ തോന്നിപ്പോകും നമുക്ക് ചിലപ്പോൾ.
ഗുരുവായൂർ തന്നെയുള്ള അവിടുത്തെ റോഡിന് സൈഡിലുള്ള കടക്കാരുടെയൊക്കെ അവസ്ഥ അന്ന് വളരെ മോശമായിരുന്നു. അതെ ആ തെക്കേ റോഡൊക്കെ കട തുറന്നു വെക്കാനേ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പൊടി ഇടിച്ചിട്ടും കുറേ കാലത്തോളം ആളും കടന്നു ചെല്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അതെ, കുറേ കാലത്തോളം ഒന്നും ശബ്ദമില്ല. ഞാനവിടെ ആ റോട്ടിൽ നിന്നിട്ട് അവരാ തെക്കേ ഭാഗത്ത് റോട്ടിൽ നിന്നിട്ട് ഞാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ പോലും ഒരാളും കടയിൽ നിന്നിട്ട് ഇറങ്ങി വന്നിട്ട് ആ പറയുന്നത് ശരിയാട്ടാ എന്ന് പറയാൻ ഒരാൾ പോലും ഇല്ല. കാരണം ഭയന്നിട്ടാണ് അവർ എനിക്ക് അനുകൂലമായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ കട തന്നെ പൂട്ടിക്കും, അവർ അതിൻ്റെ ലൈസൻസ് വരെ കട്ട് ചെയ്യും എന്നുള്ളൊരു തോന്നലാണ് അവർ. കാരണം അവർ ഒരു പക്ഷേ ആ ബിൽഡിങ് കടയോ അതിൻ്റെ പെർമിഷൻ എടുത്തതൊക്കെ ഒരിത്തിരി രാഷ്ട്രീയ സഹായത്തോടെ ആയിരിക്കും. അന്ന് രാഷ്ട്രീയക്കാർ സഹായിച്ചിട്ടുണ്ടാവും. ആ സഹായത്തിൻ്റെ പേരിൽ അവനെ അടിമയാക്കി വയ്ക്കുകയാണ്. വോട്ട് ചെയ്തതിൻ്റെ പേരിൽ നമ്മൾ അടിമയായി പോകുന്നു എന്നുള്ള ഒരു നിലപാടിൽ അവർ ഭയക്കുകയാണ്. അവരാരും മിണ്ടുന്നില്ല. ഇന്നത് ആർക്ക് വേണ്ടി ചെയ്യുന്നത്? അവർക്ക് വേണ്ടി കൂടിയാണ്. അങ്ങനെയൊക്കെ നമുക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട്. പല ഓട്ടംതുള്ളൽ അവതരിപ്പിച്ചു. തുടക്കത്തിൽ അവിടെ നിന്നൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ സ്പോട്ടിലെത്തുമ്പോഴേക്കും എല്ലാവരും കൊണ്ട് മായാണ്. കാരണം എനിക്ക് ഈ രക്തത്തിൽ പങ്കില്ല എന്ന് പറഞ്ഞിട്ട് എന്നാ കിട്ടും വേണം. അല്ല, അത് ഇത് ഞങ്ങളുടെ കൂടി ആവശ്യമാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഒരുമിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്ട്രോങ് ആവും ആ സമരങ്ങളൊക്കെ. പക്ഷെ അവർ ഭയം എന്ന് പറഞ്ഞാൽ എൻ്റെ മുഖം ഇതിൽ കണ്ടാൽ അവർ പ്രശ്നം ഉണ്ടാക്കും. അത് ഒരു രാഷ്ട്രീയമില്ലാത്തവനും പേടിയാണ്. കാരണം അവൻ്റെ ജീവനം അവിടെ നടക്കുകയാണ് ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ഒരു വലിയ പ്രശ്നമുണ്ട്. നമ്മൾ ഭയം സാറിന് ഇല്ലാത്തത് കൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പം നമ്മൾ മുന്നിലേക്ക് നോക്കുമ്പോൾ ചില അവാർഡുകൾ, ചില സ്ഥാനമാനങ്ങൾ, ഇതൊക്കെ ഇതുകൊണ്ട് നഷ്ടപ്പെടുത്തല്ലേ ചെയ്യണത്. അല്ലെങ്കിൽ ഒരു സിനിമാ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ കിട്ടേണ്ട പല അംഗീകാരങ്ങൾ. കാരണം പല അവാർഡുകളുടെയും പുറകിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെന്നാണ് ഒരു സത്യമായിട്ടുള്ള കാര്യമല്ലേ. ഞാൻ ഒരിക്കലും ഈ നിമിഷം വരെ എന്തെങ്കിലും ഒരു സ്ഥാനത്തിന് വേണ്ടിയിട്ടോ അംഗീകാരത്തിന് വേണ്ടിയിട്ടോ അവാർഡിന് വേണ്ടിയിട്ടോ എൻ്റെ കാലം ഉപയോഗിച്ചിട്ടില്ല. ഒക്കെ എന്നെ തേടി വന്നിട്ടുള്ളതാണ്. പലപ്പോഴും ഞാനിങ്ങനെ ഒരു ആൻറ്റി കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഞാൻ കമ്മ്യൂണിസ്റ്റ് വിരോധിയായിരിക്കുമ്പോൾ പോലും, നോട്ടപ്പുള്ളി ആയിരിക്കുമ്പോൾ പോലും കോഴിക്കോടോ കണ്ണൂരോ അവിടെയൊക്കെ പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ആളാണ്. ഇവിടെ മാത്രമാണ് മാറ്റി നിർത്തുന്നത്. മാത്രമാണ് എന്നൊക്കെ ഒരു ഭ്രഷ്ട് കൽപ്പിച്ചിട്ടുള്ളൂ. അത് ഭ്രഷ്ട് എന്ന് തന്നെ പറയാൻ. കാരണം ഇവിടുത്തെ സാംസ്കാരിക സമ്മേളനത്തിൽ ശിവജി ഗുരുവായൂരുണ്ടെങ്കിൽ ഞങ്ങളുണ്ടാവില്ല എന്ന പ്രഖ്യാപനം എന്ന് കരുതി ഞാൻ സാംസ്കാരിക പ്രവർത്തനം നിർത്തിവെച്ചിട്ടില്ല. എന്നെ വിളിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാർക്ക്, വിളിച്ചില്ലെങ്കിൽ അത്രയും സുഖം. കാരണം ഒരു അധ്വാനം കുറയ്ക്കാമല്ലോ. എന്നാലും ഞാൻ ഇപ്പോഴും സാംസ്കാരിക പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അത് എൻ്റെ കലയെ ബാധിക്കുമോ? എൻ്റെ ജീവിതമാർഗം എന്ന് പറഞ്ഞത് അഭിനയമാണ്. അതിനെ ബാധിക്കുമെന്ന് കരുതിയിട്ട് ഞാനിതൊന്നും നിർത്താൻ പോകുന്നില്ല. ഇതിന് വായിച്ചാൽ ഞാൻ കൈക്കോട്ട് കളിക്കാൻ പോകും. അവിടെയും തടസ്സമാണെങ്കിൽ വേറെ എന്തെങ്കിലും എന്ത് പഠിക്കും പോകും. ജീവിക്കാൻ നമുക്ക് ഏതൊരു കുടുംബത്തിനും ജീവിക്കാൻ മാത്രമുള്ള ചുറ്റുപാടുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. പിന്നെ സമ്പാദ്യം, അത് ഞാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. ഞാനിതുവരെ സമ്പാദിച്ചിട്ടില്ല. എൻ്റെ ബാങ്ക് ബാലൻസ് ഇപ്പോഴും ഒരു 50,000, ഏറിയാൽ 1,00,000 അപ്പുറത്തേക്ക് കടന്നിട്ടില്ല. അത് കടന്നാൽ എനിക്ക് ആകെ ഒരു വെപ്പറാളാണ്. അതെങ്ങനെയും ആർക്കെങ്കിലും കൊടുക്കും. കാരണം അത് എൻ്റേതല്ല എന്നുള്ള വിശ്വാസമാണ് എനിക്ക്. അതൊരു തെറ്റായിരിക്കാം, ഒരു അബദ്ധമായിരിക്കാം. പക്ഷേ എനിക്കത് എന്നെ ഉറക്കം കെടുത്തുന്ന ഒരു സംഭവമാണ്. ഒരു 50 രൂപയുടെ അല്ലെങ്കിൽ ഒരു 500 രൂപയുടെ മരുന്ന് വാങ്ങാൻ ഒരാൾ എവിടെ പുറത്തുണ്ടെങ്കിൽ ഞാനൊരു 1,00,000 കരുതി വയ്ക്കുന്നത് തെറ്റാണെന്ന് വിചാരിക്കുന്നവരാണ്. നിങ്ങളൊക്കെ വിശ്വാസികളാണെങ്കിൽ നമ്മളുടെയൊക്കെ വിശ്വാസങ്ങൾ പറയുന്നതും അതാണ് അല്ലേ. എനിക്കുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ആ അർത്ഥത്തിൽ എന്നെ ഭയപ്പെടുത്തുന്നില്ല. ആ ഭയമില്ലായ്മ തന്നെയാണ് ഇവരെക്കുള്ള മറുപടി. ഇപ്പം അവർ വിചാരിക്കുന്നുണ്ടാവും എന്നൊരു BJP-കാരനൊക്കെ അല്ലെങ്കിൽ ഭ്രഷ്ടണ്ട് കൽപ്പിച്ചു കഴിഞ്ഞാൽ അവൻ മാപ്പ് പറഞ്ഞ്, നേരത്തെ പറഞ്ഞ പോലെ മാപ്പ് പറഞ്ഞ് ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വരും എന്ന് വെച്ചാൽ അത് ശിവജി എന്നെ കിട്ടില്ല. എന്നെ കിട്ടില്ല. എൻ്റെ മക്കളെയും ഞാനത് തന്നെയാണ് പഠിപ്പിച്ചത്. ഒരാൾക്ക് ദ്രോഹം ചെയ്യരുത്, പക്ഷെ ഒരാളുടെ അടിമയാവരുത്. നമുക്ക് ജീവിക്കാനുള്ള ഒരു ചുറ്റുപാടൊക്കെ നമുക്ക് ഉണ്ട്, നമ്മളുടെ പ്രകൃതിയിലുണ്ട്. ഇനിയിപ്പോൾ ഒന്നും കിട്ടിയില്ല, വല്ല കായും ഇലക്കറി കഴിച്ചാലും അത്യാവശ്യം എൻ്റെ ജീവൻ നിലനിൽക്കും. അപ്പോൾ ആ ഒരു ഭയമില്ലായ്മ തന്നെയാണ് ഇവർക്കുള്ള മറുപടി. എനിക്ക് ഭയമല്ല, അത് തന്നെയാണ് ശക്തിയും അല്ലേ, ആ ഒരു ഭയമില്ലായ്മ. അല്ല, ഞാൻ അങ്ങനെ ചെയ്യേണ്ട ഒരാളാണ്. പിന്നെ തടസ്സം വരുമ്പോഴല്ലേ. ഇപ്പോൾ എന്നെ എന്തുകൊണ്ട് ഈ സമരത്തിനൊന്നും ഇവരൊക്കെ എതിരായിട്ട് എന്തുകൊണ്ട് എന്നെ അറസ്റ്റ് ചെയ്യുന്നില്ല?
അറസ്റ്റ് ചെയ്യുന്നില്ല. കാരണം ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അറിയാം അയാൾ ഞാൻ ചെയ്യുന്നത് കാര്യം ഒരു തെറ്റാണെങ്കിലല്ലേ എന്നെ അറസ്റ്റ് ചെയ്യേണ്ടത്. അതെ. ഈ ഒരു തെറ്റല്ലാത്ത കാര്യം ഞാൻ ചെയ്യുമ്പോൾ എന്തിനാണ് പിന്നെ ഇവരെ എതിർക്കുന്നത്? അതവിടെ ഞാൻ പറഞ്ഞത് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു നിലനിൽപ്പിൻ്റെ ഇസമായിട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ അവരുടെ നിലനിൽപ്പിനെ ബാധിക്കുമെന്നുള്ളതാണ്. അവരുടെ രാഷ്ട്രീയത്തെ ബാധിക്കുമെന്നുള്ളത് അവരുടെ നിലനിൽപ്പിനെ ബാധിക്കുമോ? വോട്ട് കുറയോ? അടുത്ത വർഷം എനിക്ക് അധികാരം കിട്ടില്ലേ? ആ നിലനിൽപ്പായി മാറിയിരിക്കുന്നു ഇപ്പോഴത്തെ രാഷ്ട്രീയം. രാഷ്ട്രീയം എന്ന് പറഞ്ഞ സത്യത്തിൽ അങ്ങനെയല്ല. ഇപ്പോൾ സാറും ബാങ്ക് ബാലൻസ് ഒക്കെ പറ്റി പറഞ്ഞപ്പോഴേ ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് ചന്ദ്രേട്ടനൊക്കെ ആയിട്ട് സംസാരിക്കായിരുന്നു. ചങ്കത്തെ ചന്ദ്രേട്ടനൊക്കെ ആയിട്ട് 5 പൈസ സാറിന്റെ കയ്യിൽ ഇരിക്കില്ല എന്നിങ്ങനെ ചന്ദ്രേട്ടൻ പറയായിരുന്നു. അങ്ങനെ ഒരു വിഷമം കണ്ടു കഴിഞ്ഞാല് പ്രത്യേകിച്ച് നാടകപ്രവർത്തകരുടെ കാര്യങ്ങളിൽ അതുപോലെ ഓടി നടന്ന് സഹായിക്കുകയും അതിനുവേണ്ടി തീർച്ചയായിട്ടും നാടകപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ നാടകപ്രവർത്തകരുടെ എല്ലാ വിഷമതകളും ദുരന്തങ്ങളും കഷ്ടപ്പാടുകളും പട്ടിണിയും അനുഭവിച്ച ആളാണ്. നാടകപ്രവർത്തകർ ഇപ്പോഴും പട്ടിണി കിടക്കുന്നവരുണ്ട്. ഒരു സർക്കാരും തിരിഞ്ഞു നോക്കുന്നില്ല. ഞാൻ പട്ടിണി കിടന്നുണ്ട്. 3 ദിവസം വരെയൊക്കെ പട്ടിണി കിടന്നുണ്ട് ഞാൻ, സത്യം. അപ്പോൾ അന്നൊന്നും എനിക്ക് ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊന്നുമില്ല. പട്ടിണി കിടക്കുന്നതിന് എന്ത് ബാങ്ക് അക്കൗണ്ട്? ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ എനിക്കൊരു സിനിമ കിട്ടി. ആ സിനിമയുടെ തുടർച്ചയായിട്ട് കുറച്ചൊരു സിനിമകൾ വന്നു. ഞാനൊരു സിനിമ നടനായി. ഒരു 100 സിനിമ പെട്ടെന്ന് 2 വർഷം കൊണ്ടൊക്കെ 100 സിനിമ പൂർത്തിയാക്കി. അതിൻ്റെ ഒരു ആഘോഷം ഗുരുവായൂർ നമ്മുടെ ടൗൺ ഹാളിൽ നടന്നു. അപ്പോഴും ഞാൻ അതിൻ്റെ സംഘാടകരോട് മുന്നോട്ട് വെച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 50 നാടക പ്രവർത്തകരെങ്കിലും വിളിച്ചിട്ട് അവർക്കൊരു സഹായം കൊടുക്കണം. അതുപോലെ തന്നെ കുറച്ച് അമ്മമാർക്കൊരു പുതപ്പ് എന്തെങ്കിലും കൊടുക്കണം എന്നാണ് ഞാൻ മുന്നോട്ട് വെച്ചത്. അവരത് അംഗീകരിച്ചു. അതുപോലെ തന്നെ ചെയ്തു. അവിടുന്ന് 2 മാസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ വീട് റൈഡ് ചെയ്യാനായിട്ട് ഇൻകം ടാക്സുകാർ വരുന്നത്. നമ്മൾ ഇൻകം ടാക്സുകാർ ഞാൻ പണം അനധികൃതമായിട്ട് സമ്പാദിക്കുന്നു. അപ്പോൾ അവർ ഒരു ജീപ്പ് അങ്ങോട്ട് പോകുന്നു, ഒരു ജീപ്പ് ഇങ്ങോട്ട് പോകുന്നു. അവർക്ക് സിനിമ നടൻ്റെ വീട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഇതൊരിക്കലും സിനിമ നടൻ്റെ വീടായിട്ട് അവർ അംഗീകരിക്കുന്നില്ല. ഞാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ അവിടെ. അങ്ങനെ ആരോ പറഞ്ഞു ഇതാണ് ഇതോ ഇങ്ങനെ കയറി വരുന്നു. വൈഫിനെ വിളിക്കുന്നു. എവിടെ ശിവജി ഇങ്ങനെ പോയിരിക്കുകയാണ്. അദ്ദേഹത്തിനോട് ഇൻകം ടാക്സ് ഓഫീസിലേക്ക് ഒന്ന് വരാൻ പറയൂ. ഒരു ദൂരം ഏൽപ്പിച്ചാണ് പോയി. അവർ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ഷൂട്ടിങ് കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ ഗുരുവായൂരുള്ള ഇൻകം ടാക്സ് ഓഫീസിൽ പോയി. അപ്പോൾ സത്യം പറഞ്ഞ് എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം അവർ പറയുന്നത് എൻ്റെ പേരിൽ ഇത്ര ഏക്കർ ഭൂമി വാങ്ങിയിട്ടില്ലേ എൻ്റെ അടുത്തൊക്കെ നമ്മൾ പോലും അറിഞ്ഞിട്ടില്ല. ഇല്ല, ഞാൻ ഇത്രയും വലിയ പണക്കാരനാണ്. അവർക്ക് എനിക്ക് തരുന്ന ഏറ്റവും വലിയൊരു അവാർഡായിട്ട് തോന്നി. ഒരു പണക്കാരനായിട്ട് ചിത്രീകരിച്ചു. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഇൻകം ടാക്സ് ഒക്കെ വരാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വീടായി മാറി. അതെ. അപ്പോഴും എൻ്റെ ബാങ്ക് ബാലൻസിൽ എത്രയോ 30,000 റുപ്യ ഉള്ളൂ. അപ്പോൾ അയാൾ കുറേ പറഞ്ഞു എന്നോട്. ഇപ്പോഴത്തെ ആരോ ഈ പറഞ്ഞ പോലെ പക്ഷെ അയാളുടെ പേര് പറയില്ല എന്ന് പറഞ്ഞത്. പേര് പറഞ്ഞു കഴിഞ്ഞാൽ അയാളോട് പോയി ചോദിക്കാലോ, എൻ്റെ ഭൂമി എവിടെയെന്ന് അയാളോട് പോയി ചോദിക്കാലോ. എനിക്ക് അറിഞ്ഞില്ല, ഞാൻ അറിഞ്ഞില്ല. എനിക്കാണ് ഭൂമി ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരുമെന്ന് ചോദിക്കാമായിരുന്നു. പക്ഷെ അയാൾ പേര് പറഞ്ഞില്ല. അങ്ങനെ അയാൾ പറയുന്നത് അവരുടെ ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്കാണ്. നിങ്ങളെപ്പോലെയുള്ളവരിൽ നിന്ന് വാങ്ങുന്ന ഈ ടാക്സ് കൊണ്ടാണ് നമ്മൾ സാധാരണക്കാരെ ഉയർത്തുന്നത്. വാക്കൊന്നും ആലോചിച്ചോണ്ടാ കുറച്ചുകൂടി കമ്മിറ്റഡ് ആവണം. അപ്പോൾ നിങ്ങൾ ടാക്സ് കൊടുക്കാതിരുന്നാൽ, നിങ്ങളുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം സർക്കാരിന് കൊടുക്കാതിരുന്നാൽ ഈ താഴേക്കടയുള്ളവരെ ഞങ്ങൾ എങ്ങനെ കൊണ്ടുവരും? ശരിയാണത്. അപ്പം ഞാൻ അങ്ങോട്ട് ചോദിച്ചു, എല്ലാവരെയും ടാക്സ് ഒന്നും വിളിക്കണ്ട, ഇന്ത്യയിലെ ഏതെങ്കിലും 3 പേരുടെ ടാക്സ് കൃത്യമായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നമൊക്കെ പരിഹരിക്കാം. 3 പേരാരൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഏതെങ്കിലും 3 വ്യക്തികളുടെ ടാക്സ് പിടിച്ചാൽ, സത്യസന്ധമായിട്ട് ടാക്സ് അവരുടെ വരുമാനത്തിന്റെ ഇത്ര ശതമാനം പിടിച്ചു കഴിഞ്ഞാൽ അല്ലേ, അത് കൃത്യമായിട്ട് പിടിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളെപ്പോലെ സാധാരണക്കാർ. പിന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ ഇത്രയും വർഷം ഒരു നാടക പ്രവർത്തകനായിരുന്നു. ഞാനും എൻ്റെ കുടുംബം അകത്ത് പട്ടിണി കിടന്നിട്ടുണ്ട്. ഈ സർക്കാരിൻ്റെ ഒരു പ്രതിനിധിയും ഒരു പട്ടി പോലും എൻ്റെ ഡോറിൽ മുട്ടിയിട്ട് അല്ലയോ കലാകാര ഇന്ന് ഭക്ഷണം കഴിച്ചോ, ഇല്ലെങ്കിൽ ഇതാ ഇത് കൊണ്ടുപോയി വാങ്ങിക്കഴിക്കൂ എന്ന് പറഞ്ഞിട്ടില്ല. എന്നോടൊന്നല്ല, ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ഒരാളുടെ കാര്യം അവർ അന്വേഷിക്കുന്നില്ല.
ഈ ആഴ്ചയിൽ റേഷൻ കാർഡ്, എനിക്ക് റേഷൻ കാർഡ് പോലും ഇല്ല അന്നത്തെ കാലത്ത്, ഇല്ലേ? ഇപ്പോൾ എനിക്കൊരു സിനിമ പരിവേഷം കിട്ടിയപ്പോൾ നിങ്ങളൊരു കണക്കുണ്ടാക്കുന്നു, അവരൊരു കണക്കുണ്ടാക്കിയെടുക്കുന്നു, ഇത്ര സിനിമയിൽ നിന്ന് ഇത്ര രൂപ വരുമാനം, അതൊക്കെ ഒരു കോടിക്കണക്കിനാണ് ഇത്ര വരുമാനം. അതുകൊണ്ട് നിങ്ങൾ പിഴയായിട്ട് എത്ര 80,000 രൂപ ആയിട്ട് അടയ്ക്കണമെന്ന് പറഞ്ഞു. 80,000 രൂപ ഞാൻ ചിരിച്ചു പോയി. ഈ 80,000 രൂപ അടയ്ക്കണമെങ്കിൽ ഞാൻ പിന്നെ വല്ല പലിശയ്ക്ക് എടുക്കേണ്ടി വരും. എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഇതാ, ഇത്രയേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് പറയാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ അവരോട് പറഞ്ഞപ്പോൾ അദ്ദേഹം താന്നു കളിക്കാറ്. പിന്നെ എല്ലാവരും കൂടി പറഞ്ഞു അത് പ്രശ്നമാണ്, അത് സോൾവ് ചെയ്യണം, എങ്ങനെയാലും സോൾവ് ചെയ്യണം, അതൊരു എന്താണ് ചാർട്ടേഡ് അക്കൗണ്ടിന് കാണണം. അപ്പോഴൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്ന ചാർട്ടേഡ് അക്കൗണ്ടൊക്കെ അങ്ങനെ കണ്ട് ഒരു എത്രയോ 15,000 രൂപയൊക്കെ ആയിട്ട് കുറച്ച് മറ്റേ എന്താണ് പാൻ കാർഡ് എടുത്തു. അങ്ങനെ അത് പോകുന്നു. ഇപ്പോഴുള്ള ഗുണം എന്താ വെച്ചാല് ഇപ്പോൾ വർഷം ഞാൻ ഈ റിട്ടേൺ ഫയൽ ചെയ്യില്ലേ, നമ്മൾ ഇൻകം ടാക്സിന്റെ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ എനിക്ക് 10,000-20,000 രൂപ വർഷം കിട്ടും. അതൊരു നല്ല കാര്യമായിട്ട് തോന്നി എനിക്ക്. അതുപോലെ സാറിന്റെ സുഹൃത്തുക്കളും ഇങ്ങനെ പറഞ്ഞു കേട്ടു, ഇങ്ങനെ ഈവൻ പല കൂലിപ്പണിക്ക് പോലും പോയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ലേ ആ നാടക സമയത്തൊക്കെ ഉണ്ട്. ഞാൻ വാർപ്പണിക്ക് പോയിട്ടുണ്ട്. കാരണം ഈ നാടകം എന്ന് പറഞ്ഞാൽ 6 മാസമേ ഉള്ളൂ, ബാക്കി 6 മാസം വെറുതെ ഇരിക്കുക നമ്മൾ. ഇങ്ങനെ അതിൻ്റെ എക്സ്ട്രീമിൽ എത്തുന്നതിന് മുമ്പ് അത് നല്ല സമിതികളൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഓഫ് സീസൺ, അന്നൊക്കെ ഓഫ് സീസണിൽ കളിയില്ലായിരുന്നു. അപ്പോൾ അതുമില്ല, ഈ വയനാട് സൊസൈറ്റികളൊക്കെ ഇല്ലാണ്ടായില്ലേ. അപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് അന്നം കഴിക്കണ്ടേ. അപ്പോൾ ഞാൻ വാർപ്പണിക്ക് പോയിട്ടുണ്ട്, ഇഷ്ടിക പിടിക്കാൻ പോയിട്ടുണ്ട്. ഈ പാടത്ത് വേനൽക്കാലത്ത് ചളി കുത്തിയിട്ട് ഇഷ്ടിക ഉണ്ടാക്കും, മണ്ണിൻ്റെ ഇഷ്ടിക, അതുണ്ടാക്കാൻ പോയിട്ടുണ്ട്. വേറെ പല പണിക്ക് പോയിട്ട് എനിക്ക് കാശ് കിട്ടിയാൽ മതി, എൻ്റെ അന്നം കഴിക്കാനുള്ള പൈസ കിട്ടിയാൽ മതി. പണിയെടുക്കാൻ ആരെടുത്തും കൈ നീട്ടാൻ പോയിട്ടില്ല, പണിയെടുക്കാൻ ബുദ്ധിമുട്ടുമില്ല. ഇല്ല, ഇപ്പോഴാണ് പിന്നെ ആരോഗ്യമൊക്കെ ക്ഷയിച്ച് 10-65 വയസ്സായി. എന്നാലും ഇങ്ങനെ ഇരുന്നുകൊണ്ടുള്ള പണിയൊക്കെ എടുക്കാൻ ഞാൻ തയ്യാറുണ്ട്. പിന്നെ സിനിമക്കാർ വിളിച്ചില്ലെങ്കിലും നാടകക്കാർ വിളിച്ചില്ലെങ്കിലും ധൈര്യമായിട്ട് ജീവിക്കാം, അതുണ്ട്. പിന്നെ മക്കള് ആരോഗ്യമുള്ളവരാണ്, അവർക്കും പണിക്ക് പോവാം. അതെ. സാറിൻ്റെ ഇപ്പോൾ ഇവിടുത്തെ ഈ നാടകവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങളും ഇപ്പോൾ ഇവിടെ നടത്തി? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നാടുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യങ്ങളാണല്ലോ. എന്തൊക്കെയാണ് അത്തരം പ്രവർത്തനങ്ങൾ? നമ്മളെ കേരളത്തിലൊരു കാലത്ത് അമേച്ചർ സങ്കേതങ്ങൾ ഒരുപാട് നല്ല രീതിയിലുണ്ടായിരുന്നു. ഒരു ക്ലബ്ബുകൾ, അവിടെ അമേച്ചർ നാടകങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ അമേച്ചർ നാടകങ്ങളുടെയൊക്കെ അവരുടെ അഭിനയ കഴിവ് പ്രകടിപ്പിക്കുന്നതിനപ്പുറത്ത് നാടിൻ്റെ കാര്യങ്ങൾ ജനങ്ങളായിട്ട് കൺവേ ചെയ്യുന്ന ഒരു മീഡിയം കൂടി നാടകം. അപ്പോൾ ഈ അമേച്ചർ നാടകത്തിലൂടെ തന്നെയാണ് നമ്മളെ നാടിനൊക്കെ ചില പോയ കാലങ്ങളിൽ അമേച്ചർ നാടകങ്ങളും അന്നൊക്കെ ഈ അടുക്കളയിൽ നിന്ന് രംഗത്തേക്ക് എന്നൊക്കെ പറഞ്ഞൊരു അമേച്ചർ സങ്കേതമാണ്. അത്തരം നാടകങ്ങൾ, പാട്ടബാക്കി പോലെയുള്ള നാടകങ്ങൾ, ആദ്യത്തെ രാഷ്ട്രീയ നാടകം പാട്ടബാക്കി പോലെയുള്ള നാടകം അമേച്ചറിൻ്റെ ഗണത്തിൽ പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ മറക്കുടച്ചുള്ളിലെ മഹാനരകം എന്നൊക്കെ പറയുന്ന നാടകങ്ങൾ, അത് നമ്മുടെ നാട്ടിലുണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറുതല്ല. നാടകത്തിൻ്റെ ശക്തി അതാണ്. KPCC നാടകങ്ങളും KPCC നാടകമാണ് പിന്നെ ഈ സഞ്ചരിക്കുന്ന നാടക സംവിധാനത്തിലേക്കൊക്കെ വന്നത്. KPCC നാടകം ചില്ലറ മാറ്റങ്ങളാണോ വരുത്തിയുള്ളത്? നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറഞ്ഞ നാടകം, രാഷ്ട്രീയ ഭൂപടത്തിൽ നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ്. അവർ തുടങ്ങുന്നത് ഇങ്ങനെ ഒരു പ്രൊഫഷണൽ നാടകമായിട്ടല്ല, ഒരു ക്ലബ്ബ് തന്നെയായിരുന്നു അത്. ആ ക്ലബ്ബ് നാടകമായിട്ടാണ് ആ രാഷ്ട്രീയ നാടകം ഉണ്ടായത്. പിന്നീടാണ് അത് പല സ്ഥലങ്ങളിലേക്ക് ഒരു സഞ്ചരിക്കുന്ന നാടക സംഘമായിട്ട് മാറിയത്. അതിനെ പിന്തുടർച്ചയായിട്ടാണ് പിന്നെ മറ്റുള്ള പ്രൊഫഷണൽ നാടകങ്ങളൊക്കെ വന്നുള്ളത്. അപ്പം അത്തരം നാടകങ്ങൾ അന്നത്തെ കാലത്ത് നാടിനുണ്ടാക്കിയിട്ടുള്ള മാറ്റം ചെറുതല്ല. പോകെ രാഷ്ട്രീയത്തിലേക്ക് അധികാരത്തിലേക്ക് കയറി വരുന്നു നാടകത്തിലൂടെ. പിന്നീട് അങ്ങ് തുറന്നത് ഈ പറഞ്ഞ പോലെ ഈ രാഷ്ട്രീയം ഒരു നിലനിൽപ്പിൻ്റെ ഇസമായിട്ട് മാറിയപ്പോൾ പിന്നെ ഇതൊന്നും വേണ്ടെന്നായി. പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്, കലാകാരന്മാർക്ക് പറയാനുള്ളത്, ഒരുപക്ഷെ ഇന്നത്തെ ഭരിക്കുന്നവരെ ഭരണത്തിനുണ്ടാകുന്ന തട്ടുകേടുകളെ പറ്റിയിട്ടായിരിക്കും ഞങ്ങൾ പറയേണ്ടി വരിക. അപ്പോൾ നമ്മൾ ഈ മലനേടും തൂപ്പുന്ന നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ ഒരു വലിയ പ്രസ്ഥാനത്തിന് നേരെ നോക്കിയിട്ട് പിന്നെ പറയേണ്ട ഒരു ഗതികേട് വരികയാണ്. അതവർക്ക് ഇഷ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ, കവികൾ, ഇവിടെ കവിയരങ്ങുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. കടമ്മനിട്ട, സച്ചിദാനന്ദനെ പോലെ തന്നെ അങ്ങനെയുള്ള കവികൾ ഒരുപാട്, ചാക്കോല്ല, പിന്നെ ഒരുപാട് കവികളും കവിയരങ്ങുകളും ഉണ്ടായിരുന്നു. കടമ്മനിട്ടയുടെ കവിതയൊക്കെ ഞാൻ മുഖത്ത് കേട്ടിട്ടുള്ളതാണ്. അപ്പം അതൊക്കെ ആ കവിതകളിലൊക്കെ പറഞ്ഞിരുന്നത് പച്ച രാഷ്ട്രീയമാണ്.
രാഷ്ട്രീയമാണ് അവരുടെ കവിതകളിലൊക്കെ പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ നാടക കളരികൾ ഒക്കെ, സാംസ്കാരിക നായകന്മാരുടെ പ്രശ്നങ്ങൾ, അവരുടെ എഴുത്തുകൾ, ഇതൊക്കെ ഇനിയിപ്പോൾ അവർ എഴുതി തുടങ്ങിയാൽ നേരെ ഈ ഭരിക്കുന്നവർക്ക് എതിരെ പറയേണ്ടി വരും. അതുകൊണ്ടായിരിക്കണം അവരൊക്കെ ഇപ്പം നാവടച്ചിരിക്കുന്നത്. ഏതെങ്കിലും അമേച്ചർ നാടകങ്ങൾ രാഷ്ട്രീയം പറയുന്നുണ്ടോ? പ്രൊഫഷണൽ നാടകത്തിൻ്റെ രാഷ്ട്രീയം പറയാൻ പറ്റുന്നുണ്ടോ? അതിനൊക്കെ കൂച്ചി അങ്ങനെ രാഷ്ട്രീയം മാത്രമല്ല, മതപരമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും പറയാൻ പറ്റുന്നില്ല. ഒന്നും പറയാൻ പറ്റില്ല. ഒരു പേരിടാൻ പറ്റുന്നില്ല. ഇപ്പൊ തൊട്ടടുത്ത് ഒരു ജാനകി ജാനകി അല്ലേ, ഒരു പേരിന് പോലും വിലക്ക് വരിക എന്ന് പറഞ്ഞാൽ ഒരവസ്ഥ ഒന്നും ആലോചിച്ചൊക്കെ. അപ്പൊ ഇത്തരം സാഹിത്യ സാംസ്കാരിക പ്രവർത്തകരുടെ വായ അടപ്പിക്കുക എന്നുള്ളതും ഒരു അജണ്ടയാണ്. അവർ വായ അടച്ചില്ലെങ്കിൽ നമുക്ക് നേരെ പറയും. അതിന്റെ പരിണത ഫലങ്ങളാണ് ഇതൊക്കെ. അതെ സാർ, ഇങ്ങനെ പറയുമ്പോൾ പോലും ഇപ്പോൾ ഇതേ മാധ്യമങ്ങൾ ഉപയോഗിച്ച് ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്ത് നോക്കുമ്പോൾ രാഷ്ട്രീയത്തിനെ തകർക്കാൻ അല്ലെങ്കിൽ ഒരു മതവിഭാഗത്തെ തകർക്കാൻ ഇതേ മാധ്യമം ഉപയോഗിച്ച് ആരെങ്കിലും ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടെന്ന് സാറിന് ഒരു അഭിപ്രായം ഉണ്ടോ? ഈ മതത്തിനെ തകർക്കുക എന്നുള്ളതും നമ്മളുടെ അജണ്ടയല്ല. മതം അതൊരു വിശ്വാസം, അല്ലെങ്കിൽ ഈശ്വര വിശ്വാസം, മതം അത് മനുഷ്യന് വേണ്ടത് തന്നെയാണെന്നൊരു പരിധി വരെ വേണ്ടതാണ്. പക്ഷെ മതം കൊണ്ടോ ഈശ്വര ചിന്ത കൊണ്ടോ ഇവിടെ ഒന്നും നടക്കില്ല എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ശാസ്ത്രത്തിനെ നമ്മളിപ്പോൾ ശാസ്ത്രത്തിനെ വിശ്വസിക്കണോ ഈശ്വരനെ വിശ്വസിക്കണോ അത് വേറൊരു വിഷയമാണ്. പറയാൻ പറ്റില്ല എന്നല്ല, അത് വേറെ വിഷയമാണ്. അത് നമ്മളൊരു മനുഷ്യനും ശാസ്ത്രവും ഇത്രമേൽ വിജയിച്ചിട്ടും നമ്മൾ മറ്റുള്ള പല അന്ധവിശ്വാസങ്ങൾ അതിനെതിരാണ്. അന്ധവിശ്വാസങ്ങൾക്കെതിരെ പറയുന്നതിന് വിശ്വാസം അത് മനുഷ്യന് ഒരു എന്താ പറയുക ജന്മന കിട്ടുന്നതാണ് അത്. പക്ഷേ ഞാൻ ഏത് വിശ്വസിക്കണം എന്ത് വിശ്വസിക്കണം എന്നുള്ളത് എൻ്റെ റൈറ്റും കൂടിയാണ്. അതിന് നമ്മൾ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണം എന്നൊരു അപേക്ഷയുണ്ട്. കാരണം ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അവന് ഒരു മതവുമില്ല, ഒന്നുമില്ല, അല്ലേ? അവൻ വളരുന്ന ആ ഒരു സിറ്റുവേഷനിലാണ് അവന് ഞാൻ ഇന്ന മതമാണ് എന്ന് പറഞ്ഞിട്ട് അവനെ നമ്മൾ ഒരു അർത്ഥത്തിൽ അവനെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്, ഇൻജെക്റ്റ് ചെയ്യണം. അങ്ങനെ അവൻ ആ മതത്തിലൂടെ അറിയേണ്ടി വരുന്നതാണ്. നേരെ മറിച്ച് ഇപ്പോൾ നമുക്ക് ഒരു വോട്ടവകാശം കിട്ടണമെങ്കിൽ, ഒരു ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടണമെങ്കിൽ നമുക്കൊരു 18 വയസ്സെങ്കിലും ആവണം, വേണ്ടേ? ഈ അവന് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കണമെങ്കിൽ എന്തുകൊണ്ട് അവന് പ്രായപൂർത്തി വരെ വെയിറ്റ് ചെയ്തുകൂടാ? അതെ, സ്വന്തം തീരുമാനമെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവനെ കൊണ്ടുവന്നിട്ട് അതല്ലേ യഥാർത്ഥ. ഇപ്പം ഞാൻ എൻ്റെ വൈഫ് ഒരു ക്രിസ്ത്യാനിയാണ്. അവർ ജനിച്ചത് ക്രിസ്ത്യൻ കുടുംബത്തിലാണ്. ഞാൻ ഒരു ഹിന്ദു കുടുംബത്തിലാണ് ജനിച്ചത്. ഞങ്ങൾ തമ്മിൽ ഒന്നിച്ചു. ഞങ്ങൾക്ക് 2 മക്കളുണ്ടായി. സത്യത്തിൽ ഞാൻ എൻ്റെ മക്കളെ ഒരു മതത്തിലും പറഞ്ഞു പഠിപ്പിച്ചിട്ടില്ല. അവർക്ക് ബുദ്ധി ഉറയ്ക്കുന്ന കാലത്ത് ആയിക്കോട്ടെ എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവരെ സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കുമ്പോഴും ആ ജാതി മതത്തിൻ്റെ ഒരു കോളം ഉണ്ടാവില്ല, അത് ബ്ലാങ്കാണ്, എഴുതിയിട്ടില്ല ഞാൻ. അവർ ഈ 1ാം ക്ലാസ്സിൽ കൊണ്ടുപോയി ചേർക്കുമ്പോൾ അവന് 4 വയസ്സാണ്. ഈ 4 വയസ്സുള്ള കുട്ടിക്ക് എന്ത് മതത്തിന് എന്ത് വിശ്വാസം? അപ്പോൾ ഞാൻ അവനിൽ ചെലുത്തുകയാണ്, നീ ഇന്നതാണ് വിശ്വാസം എന്ന് സർക്കാർ രേഖയിൽ ആദ്യമായിട്ട് എഴുതി വയ്ക്കുന്ന സമ്പ്രദായം ആദ്യം എടുത്ത് കളയണം. എന്ന് വെച്ചാൽ അവൻ വിശ്വസിക്കേണ്ടെന്നല്ല, അവൻ ചിലപ്പോൾ നിരീശ്വരവാദിയായിട്ടാവും വളരുക, ചിലപ്പോൾ എന്തെങ്കിലും ഈശ്വര വിശ്വാസത്തിലായിരിക്കും. അവന് ചിലപ്പോൾ മുസ്ലിം മതമായിരിക്കും ഇഷ്ടമുണ്ടാവുക, അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതമായിരിക്കും ഇഷ്ടമുണ്ടാവുക. അത് അവനെ ചിന്തിക്കാനുള്ള ഒരു സമയത്ത് അവന് ചിന്തിച്ച് അവർക്ക് തിരഞ്ഞെടുക്കാവുന്ന ഒരു പ്രായത്തില് വേണ്ടേ? അങ്ങനെ വേണം. മറ്റേതെന്ന് പറഞ്ഞാൽ ഒരു നിർബന്ധിച്ച് കൊണ്ടുവരണം. മുസ്ലിം ആണെങ്കിൽ ചെറുപ്പത്തിൽ പുലർച്ചെ 3 മണിക്കൊക്കെ കുട്ടികൾ തണുത്ത് വരച്ചിട്ടൊക്കെ ഈ മദ്രസയിൽ പോകുന്നതൊക്കെ കാണുമ്പോൾ, അതുപോലെ തന്നെ ക്രിസ്ത്യൻ കുടുംബങ്ങളും നമുക്ക് ഇന്ന ഇതിൽ ഇത്ര ക്ലാസ്സുകളിൽ പങ്കെടുത്തില്ലെങ്കിൽ പിഴ അടയ്ക്കേണ്ടി വരും, അല്ലേ? പക്ഷെ ഹിന്ദുക്കളിൽ അത്ര നിർബന്ധമില്ല, അത്ര പ്രശ്നങ്ങളില്ല. ഗുരുവായൂരിനെ പറ്റിയിട്ട് അങ്ങനെ സാറിൻ്റെ ഒരു സ്വപ്നത്തിലുള്ള ഒരു നഗരസഭ, ഇത് സാറ് നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു പൂക്കോട് പഞ്ചായത്തായിരുന്നു ആദ്യം, പിന്നീട് അത് ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിലേക്ക് ലയിപ്പിച്ചു. ഇപ്പൊ ഇതൊരു വിശാലമായ ഒരു ഭൂപ്രദേശത്തിന്റെ ഭാഗം കൂടിയാണ് നമ്മൾ ഓരോരുത്തരും. ഗുരുവായൂരിനെ പറ്റിയിട്ട് സ്വപ്നം കാണുമ്പോൾ ഇനി നടക്കേണ്ടതായിട്ടുള്ള ചില സ്വപ്ന പദ്ധതികളോ അല്ലെങ്കിൽ ഏത് രീതിയിലാവാം, ഭൗതികമായിട്ടുള്ള വികസനമായിരിക്കാം,
അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള കാര്യങ്ങളിലെ വികസനം. കാരണം അതിനൊക്കെ ഒരുപാട് സാധ്യതയുള്ള ഒരു സ്ഥലം കൂടിയാണ് ഗുരുവായൂർ പ്രദേശം. ഒരു സാഹിത്യത്തിനും കലയ്ക്കൊക്കെ അതുപോലെ പാരമ്പര്യമുള്ള അല്ലെങ്കിൽ അതുപോലെ കുറേ കലാകാരന്മാരെ വളർത്തിയെടുത്ത പ്രദേശം കൂടിയാണല്ലോ. സാറിൻ്റെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും സ്വപ്നങ്ങളോ? അല്ല, നമുക്ക് ഇപ്പോൾ എൻ്റെ കാലശേഷവും ഗുരുവായൂരായിട്ട് തന്നെ ഉണ്ടാവും. പക്ഷെ ഇതേപോലെ ആയിരിക്കണമെന്നില്ല. ഈ പറഞ്ഞ പോലെ ഭൂപ്രകൃതി അനുസരിച്ചിട്ട് ഏറ്റവും ഉത്തമമുള്ള ഒരു നാടാണത്. ഇപ്പം ഞാൻ ഈ ഇരിക്കുന്ന സ്ഥലം പോലും എനിക്ക് വളരെ പ്രകൃതി എന്താ പറയുക അനുഗ്രഹിച്ച് തന്നൊരിടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മളുടെ കുട്ടിക്കാലത്തും മഴക്കാലത്ത് തോടുകളുണ്ടാവും. തോടിലൂടെ ഇറങ്ങിപ്പോയി വരും, ചിലപ്പോൾ വെള്ളം ഉപയോഗിക്കേണ്ടി വരും. അതൊക്കെ മാറ്റി നമുക്ക് മുഴുവൻ അങ്ങോട്ട് പൂശിയെടുക്കാമെന്നും വിചാരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ നമ്മളുടെ തന്നെ കുറ്റം കൊണ്ട് ആണ് ഈ മഴ പെയ്യുമ്പോൾ ഇപ്പോൾ ഒരു 4 മഴ ഒരുമിച്ച് നിന്ന് പെയ്ത് കഴിഞ്ഞാൽ മമ്മിയൊരു ഒക്കെ വെള്ളം കിട്ടാവുന്നത്. അത് നമ്മളുടെ മനുഷ്യന്മാരുടെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സമ്പ്രദായമാണ്. ഇനി വരും കാലങ്ങളിൽ ഗുരുവായൂർ മാത്രമല്ല, നമ്മൾ കേരളം മൊത്തം, പക്ഷെ ഗുരുവായൂരിനെ മാത്രം സംബന്ധിച്ച് കൊടുക്കണമെങ്കിൽ ഒരു AI യുഗമാണ് ഇപ്പോൾ ഇത്, അല്ലേ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു യുഗമാണ്. ആ ഒരു യുഗത്തിലേക്ക് ഒന്ന് ചിന്തിച്ച് നോക്കിക്ക്. ഇപ്പോൾ തന്നെ വന്ന് ഗുരുവായൂർ അമ്പലത്തിൽ നമ്മൾ പണം വെച്ച് കണ്ണിലൊഴിച്ച് ഇങ്ങനെ ഒഴിഞ്ഞിട്ട് ഇട്ട് തരുന്ന ആൾക്കാർ അവിടെ എന്താണ് QR കോഡ്, QR കോഡ് വെച്ചിട്ടാണ് പൈസ എല്ലാ ആരാധനാലയങ്ങളിലും ആയിപ്പോ. അതെ, കാരണം കാലത്തിനനുസരിച്ച് അത് ശാസ്ത്രത്തിന്റെ വളർച്ച കൂടിയാണ്. അപ്പൊ ശാസ്ത്രം ഇത്രമേൽ വളരുമ്പോഴും ഇത്തരം വിഡ്ഢിത്തം ചെയ്യുന്നുണ്ട്. ശാസ്ത്രത്തിന്റെ പിടിയിൽ നിന്നുകൊണ്ട് ഇത്തരം വിഡ്ഢിത്തങ്ങൾ സാറിങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാറിന്റെ അല്ല, ചർച്ചാ വിഷയമാണത്. ചർച്ചാ വിഷയമാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല. ഉണ്ടെങ്കിൽ നമ്മൾ ശാസ്ത്രത്തിൻ്റെ ആ ഒരു പിൻബലത്തിലാണല്ലോ ഇങ്ങനൊരു സംവിധാനം. നമ്മൾ എൻ്റെ ചെറുപ്പത്തിലൊന്നും ഇങ്ങനെ ഒരു ഇ-മണി എന്നുള്ളൊരു ഇ-മണി ഇല്ല, ഡിജിറ്റൽ ട്രാൻസാക്ഷനും ഇല്ല, ഒന്നുമില്ല. നമ്മൾ പൈസ എണ്ണി കൊടുക്കുന്നു, വഴിപാട് ഇടുന്നു, നാണയത്തൊട്ടുകൾ കൊണ്ടിടുന്നു. ഇതിപ്പോൾ നമ്മുടെ പോക്കറ്റിൽ പൈസ കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. അപ്പൊ ശാസ്ത്രം ഇത്രമേൽ വളർന്നിരിക്കുന്നു. ഇനിയിപ്പോൾ AI കടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഭഗവാൻ കൃഷ്ണനൊക്കെ ഇറങ്ങി വന്ന് ജനങ്ങളെ നേരിട്ട് അനുഗ്രഹിച്ച് പോകുന്നൊരു സംവിധാനമൊക്കെ ഉണ്ടാവും, അല്ലേ? ഉണ്ടാവും. മുഴുവൻ AI കൈയടക്കുന്ന ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. ഒരു 50 വർഷം കൂടി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 2050 എത്തുമ്പോൾ, ഇപ്പോൾ 2025 2050 എത്തുമ്പോൾ മുഴുവൻ അതായി മാറും. ഒക്കെ ഈ AI കീഴടക്കും. അത്തരത്തിലേക്ക് മൊത്തം മാറിക്കഴിഞ്ഞാൽ അപ്പോഴും ഈ ഈശ്വരവിശ്വാസം ഇങ്ങനെ തന്നെ നിലനിൽക്കുമോ എന്നുള്ള എൻ്റെ ചോദ്യം. ഇത്രയും ശാസ്ത്രം വിജയിച്ചിരിക്കുമ്പോഴും നമ്മൾ ഈ ജാതിയുടെയും മതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞ് തല്ലൂടുക എന്ന് പറഞ്ഞാൽ മനുഷ്യനാണോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും ശാസ്ത്രം വിജയിച്ചിരിക്കുകയാണ്. ശാസ്ത്രത്തിൻ്റെ പിൻബലമില്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് പോലും ഇപ്പോൾ ഒരു മൊബൈൽ ഫോണ് ഒരു 10 മിനിറ്റ് ശബ്ദിക്കാതിരുന്നാൽ ഞാൻ എടുത്ത് നോക്കും, എന്തത് ഓഫായോ. നമുക്കതില്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ശാസ്ത്രത്തിൻ്റെ തണലില്ലാതെ പിൻബലമില്ലാതെ നമുക്ക് ജീവിതം സാധ്യമല്ല എന്നിരിക്കെ ആ സമയത്തും ഏതോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പുരാണമായിട്ട് എഴുതി വച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ പേര് പറഞ്ഞ് ഇപ്പോഴും ചില ഡിബേറ്റൊക്കെ കാണുമ്പോൾ നമുക്ക് ഛർദ്ദിക്കാൻ തോന്നും. 2 മതങ്ങൾ തമ്മിലിരുന്നിട്ടുള്ള ഡിബേറ്റ് കാണുമ്പോൾ ഛർദ്ദിക്കാൻ തോന്നും നമുക്ക്. ഈ ഒരു കാലത്താണല്ലോ അവരിരുന്നിട്ട് അവരത് സംസാരിക്കുന്നത് ഈ ശാസ്ത്രത്തിൻ്റെ പിൻബലത്തിലാണ്, ഇതിൻ്റെ ഈ ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഗുരുവായൂർ 2050 ആകുമ്പോഴേക്കും ഈ ലെവലൊക്കെ അങ്ങ് മാറും. എല്ലാ ആരാധനാലയങ്ങളും ഡിജിറ്റലൈസ് ആവുന്നതാണോ? അതോ ഡിജിറ്റലൈസ് ആവും. ഡിജിറ്റലൈസ് മാത്രമേ AI പിടിയിലാവും. വിശ്വാസത്തെ പറ്റിയിട്ട് വിശ്വാസം, ഞാൻ ഈശ്വരവിശ്വാസിയല്ല, ഒരു പ്രത്യേക മതത്തിൽ വിശ്വസിക്കുന്ന ആളല്ല. പക്ഷേ നമ്മൾ ഈ ക്ഷേത്രങ്ങളൊക്കെ, ഇപ്പോൾ എൻ്റെ കുടുംബക്ഷേത്രമുണ്ട്, അവിടെയും പങ്കെടുക്കാറുണ്ട്. അപ്പോൾ ക്ഷേത്രങ്ങളിൽ ഞാൻ പങ്കെടുക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കൂട്ടായ്മ രൂപീകരിക്കുന്നുണ്ട്. ക്രിസ്ത്യൻ പള്ളിയിലായാലും അതിനു വേണ്ടി തന്നെയാണത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. എല്ലാവരും കൂടി ചേരാനുള്ളൊരിടം,
നമ്മൾ സമൂഹ ജീവിയാണെങ്കിൽ സമൂഹമായിട്ട് ജീവിക്കുന്നവരാണ് നമ്മൾ. പണ്ടൊക്കെ പഴയ ഗോത്രങ്ങളൊക്കെ പോലെ വിട്ട് വന്ന് ഒരു ഈശ്വരൻ്റെ പേരിൽ എന്തിൻ്റെ പേരിലാവട്ടെ അവരവിടെ കൂടിച്ചേരുന്നുണ്ടല്ലോ. അവിടെ കലാപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അവിടെയും ചില സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ ചില തിങ്സ് വരുന്നുണ്ട്. ക്ഷേത്രങ്ങളിലിപ്പോൾ എനിക്ക് തള്ളി പറയാൻ പറ്റില്ല. കാരണം കേരളത്തിലെ ക്ഷേത്രങ്ങളും ആ ക്ഷേത്ര പരിസരത്തുള്ള വിശ്വാസികളുടെയും അധ്വാനത്തിൻ്റെ ഫലം കൊണ്ടാണ് ഞാൻ അന്നം കഴിച്ചിരുന്നത്. കേരളത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിൽ ഞാൻ നാടകം കളിച്ചിട്ടുണ്ട്. അവിടെ ആ ക്ഷേത്രവും കൂട്ടായ്മയും അവിടെ കലയും ഉള്ളത് കൊണ്ടാണത്. അപ്പോൾ ആ കൂട്ടായ്മയും കേരളത്തിലെ എത്രയോ ക്രിസ്ത്യൻ പള്ളികളിൽ നാടകം കളിച്ചിട്ടുണ്ട്. ഞാൻ ക്രിസ്ത്യാനിയായിട്ടല്ല അത്. എൻ്റെ കൂടെ വരുന്ന നാടകപ്രവർത്തകരൊന്നും ക്രിസ്ത്യാനിയായിട്ടല്ല. എന്നാലും അവർ നമ്മളെ വിളിക്കുന്നു, നമുക്ക് മാന്യമായിട്ട് സ്വീകരണം തരുന്നു, മാന്യമായിട്ടുള്ള പൈസ അവർ പിരിച്ചു തരുന്നു. എങ്ങനെ തരുന്നു? കുറേ ആൾക്കാരുടെ അല്ലേ 100 രൂപ 200 രൂപ ഒക്കെ പിരിച്ചെടുത്ത് അവരുടെ അധ്വാനത്തിൻ്റെ ഒരു ഫലമാണ് നമുക്ക് തരുന്നത്. അതവിടെ ആ കൂട്ടായ്മ ഉള്ളതുകൊണ്ടല്ലേ, ആ ദേവാലയം അവിടെ ഉള്ളതുകൊണ്ടാണ്, അവിടെ വിശ്വാസികളുള്ളതുകൊണ്ടാണ്. ആ അർത്ഥത്തിൽ ഞാൻ ഒരു വിശ്വാസിയാണ്. അല്ലാതെ എനിക്കിന്ന് ഭക്ഷണം കിട്ടിയില്ല, ദൈവം തരും എന്ന് പറഞ്ഞിരുന്നാൽ നടക്കില്ല. ദൈവം തരും, പണിയെടുക്കാൻ വേണം. എനിക്കൊരു അസുഖം വന്നു, ഞാൻ ശാസ്ത്രത്തെ തന്നെ സമീപിക്കേണ്ടി വരും. അതെ, അവിടെ ദൈവമേ എൻ്റെ ഒരു അസുഖം മാറ്റിത്തരുമെന്ന് പറഞ്ഞിരുന്നാൽ ദൈവം മാറ്റിത്തരില്ല. ദൈവത്തിന് അതല്ല പണി. പക്ഷെ പലരും അത്തരം അന്ധവിശ്വാസങ്ങളിലേക്ക് പോകുന്ന ഒരു വിഭാഗമുണ്ട്. നമ്മളെ തന്നെ കുട്ടി കയറ്റിൽ വീണാലും അവിടെ നിന്ന് പ്രാർത്ഥിക്കുക, തന്നെ കയറി വരട്ടെ, തന്നെ കയറി വരട്ടെ. അത് അന്ധവിശ്വാസമാണ്. അപ്പം അത്തരം അന്ധവിശ്വാസങ്ങൾ കുറേയൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്യും. ഒരുപാട് അന്ധവിശ്വാസങ്ങൾ, ദുരാചാരങ്ങളും ഒക്കെ മാറിപ്പോയിട്ടുള്ള ഒരു നാടാണ് ഇപ്പോൾ. ഒരു വിധം റിഫ്രഷ് ചെയ്തിട്ടുള്ള നാടാണിത്. അതിന് കാരണമായത് ഇത്തരം കലകൾ തന്നെയാണ്. നാടകം പോലെയുള്ള കലകൾ, നല്ല നല്ല എഴുത്തുകൾ, നല്ല നല്ല സാഹിത്യങ്ങൾ, ഇതൊക്കെ അതിന് കാരണമായിട്ടുണ്ട്. നമ്മളെ കേരളം എന്തായിരുന്നു എന്ന് ആലോചിച്ച് നോക്കൂ. അത് പെട്ടെന്ന് നമ്മളിവിടെ എത്തിയില്ലേ. നമ്മളൊക്കെ പുരോഗമനം ഉണ്ട് എന്ന് തന്നെ പറയാം. ഇനിയും പുരോഗമിക്കേണ്ടതുണ്ട്. നാടകത്തിന്റെ സജീവതയിൽ നിന്ന് ഒരുപക്ഷെ സിനിമയുടെ ഭാഗമായിട്ട് ചിലപ്പോൾ പലപ്പോഴും ഇപ്പോൾ സാറിന്റെ പലപ്പോഴും പറയുന്നുണ്ട് ഇങ്ങനെ തിരിച്ചു വന്ന് നാടകത്തിലേക്ക് കയറിയപ്പോൾ പിന്നെ ആ നാടകത്തിൽ എൻട്രി കിട്ടാത്തൊരവസ്ഥ. പക്ഷേ എന്നിട്ട് പോലും സാർ ഈ നാടകത്തിന്റെ പുറകിൽ നടന്ന് അതിലെ പ്രവർത്തകർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നാടകത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വാക്ക് ചന്ദ്രേട്ടൻ പറഞ്ഞൊരു ആൾക്ക് ഭ്രാന്താണ് നാടകം എന്ന് പറഞ്ഞ ഒരു വാക്കാണ് അത്. നാടകം ഒരു ഭ്രാന്താണ്. അല്ലെങ്കിൽ ഈ നാടകക്കാർ ഇങ്ങനെ ഈ പട്ടിണിയുടെ വാലും പിടിച്ച് തൂങ്ങിയെടുക്കില്ല. അവർക്കറിയാം നാടകം എനിക്ക് വേണ്ടത്ര വരുമാനം തരില്ല. പക്ഷേ ആ ഒരു നാടക ഭ്രാന്ത് നമ്മളിലുള്ളതുകൊണ്ട് തന്നെയാണ്. ആ ഭ്രാന്ത് തന്നെയാണ് ഇന്ന് നാടകത്തെ പിടിച്ചു നിർത്തുന്ന നെടുന്തൂണെന്ന് പറയുന്നത്. ആ ഭ്രാന്തില്ലെങ്കിൽ നാടകമില്ല. ആ ഭ്രാന്ത് എനിക്കുമുണ്ട്. ഞാൻ സിനിമയിൽ വന്നിട്ട് ഞാൻ സിനിമാക്കാരനാവണമെന്ന് ആഗ്രഹിച്ച ആളല്ല. അറബിക്കഥ എന്നൊരു സിനിമ അഭിനയിച്ച് തുടർന്ന് നാടകത്തിൽ പോകുന്ന, പക്ഷെ അവിടെ ഒരു ബ്രേക്ക് വന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നാടകം കളിക്കാതെ ഒരു രക്ഷയില്ല. അങ്ങനെയാണ് ഞാൻ ഈ നാടകം ആദ്യം ഒറ്റയാൾ നാടകമാണ് ചെയ്തത്. പിന്നെ അത് 2 ആളുടെ നാടകമായി. പിന്നെ ഇപ്പോൾ ഒരു 50ഓളം നാടക പ്രവർത്തകരോട് വന്നു പോകുന്നുണ്ട്, യുവാക്കള്. അത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു. യുവാക്കള് അത് സ്ത്രീകളും പുരുഷന്മാരും, ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ കൂടി ഒരു 50ഓളം പേര് അടങ്ങുന്ന ഒരു ടീമുണ്ട് ഇവിടെ. അതിന്ന് കേരളത്തിലൊരു പക്ഷേ വളരെ അപൂർവമായിരിക്കും. ഞാൻ അവരിലേക്ക് ആ നാടകത്തിൻ്റെ ഭ്രാന്ത് ഇഞ്ചക്ട് ചെയ്യാനല്ല നോക്കുന്നത്. ഞാൻ അവരോട് പറയും, ഇത് ജീവിതം ഉപാധി അല്ല. കാരണം ജീവിക്കാൻ കൊള്ളാത്തൊരു കലയാണ്. അതുകൊണ്ട് നിങ്ങളുടെ തൊഴിൽ, പഠനം ഇതൊരിക്കലും ഉപേക്ഷിക്കരുത്. കഴിയുന്നതും തൊഴിലും ഈ ഭ്രാന്തും കൂടി കൊണ്ടു നടക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്, ഭാഗ്യവാൻ. അല്ലാതെ ഇത് മാത്രമായിട്ട് ചെയ്യരുത്. കാരണം അനുഭവസ്ഥനാണ്. നന്ദി സാറേ. ഇത്രയും ഇനിയും സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇനിയും കുറെ കാര്യങ്ങൾ സംസാരിച്ചതിനേക്കാൾ കൂടുതൽ സംസാരിക്കാറുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഈ നാടക സംബന്ധമാകുമ്പോൾ എന്തായാലും ഈ ഒരു കുറെ സമയം ഞങ്ങളുടെ കൂടെ, പ്രത്യേകിച്ച് കാലിലൊക്കെ വയ്യായി അങ്ങനെ ഒരു യാത്ര ഉണ്ട്. നാടക പ്രവർത്തകർക്ക് ഓണത്തിനൊരു ഓണക്കോടി കൊടുക്കുക എന്നുള്ളൊരു പരിപാടി. അപ്പൊ അതിന്റെ ഒരു കളക്ഷൻ ഇറങ്ങാണ്. ഓക്കെ. അപ്പോൾ പ്രത്യേകം നന്ദി സാർ. നമ്മുടെ ചാനലിന്റെ പേരെന്താ? നമസ്തേ ഗുരുവായൂർ. നമസ്തേ ഗുരുവായൂർ.